എന്താ ചർച്ച? ഉലമാ ദുന്യയുണ്ട്, ഉലമാഉൽ ആഖിറയുണ്ട്. രണ്ട് വിഭാഗമുണ്ട്. ഉലമാഉൽ ആഖിറിന്റെ പണി ഈ ലോകം ശാശ്വതമല്ല, ഇവിടെ കൊണ്ട് കളിച്ചാൽ പറ്റൂല, നല്ല ഉണർവിയോടുകൂടി പ്രവർത്തിക്കണം, ഔപക്ഷേമൊക്കെ പ്രേരിപ്പിക്കുന്ന കൂട്ടണം. ഉലമാ ദുന്യ എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ എങ്ങനെ കുറിച്ച് അതിനൊക്കെ മസാല കണ്ടെത്തിയിട്ട് ഫത്വ കിട്ടും. എല്ലാ ഫത്വയും മൊബൈലിൽ കിട്ടുകയും ചെയ്യും. അജ്നബിയത്തിനെ നോക്കാൻ പാടില്ല എന്ന് ഉലമാഉൽ ആഖിറ പറയുമ്പോൾ മുമ്പിൽ കണ്ണാടി വെച്ച് കണ്ണാടിയിൽ ഊറ്റി സൗന്ദര്യം തേച്ച് ഊറ്റി കുടിക്കാവുന്ന മസാല ഉണ്ടെന്ന് ഉലമാ ദുന്യയും പറഞ്ഞിരുന്നു. പറഞ്ഞു ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും ബഹുമാനിക്കണമെന്ന് ഉലമാഉൽ ആഖിറ പറയുന്ന അവസരത്തിൽ ഇത് ഖുർആനല്ല, അതിന്റെ വില്ല് മാത്രമാണ് എന്ന് പണ്ടെന്താക്കുക പത്രത്തിലും കള്ളാസിലും മത്തി കെട്ടാനും മീൻ കെട്ടാനൊക്കെ ഉപയോഗിക്കാന്ന് പറയും. ഇത് ഖുർആനല്ല. ഒരു മസാല പിടിച്ചത് ദുന്യാവിനെ സഹായിക്കാൻ വേണ്ടി മാത്രം. എല്ലാ ദുന്യായികളും കൊണ്ടുവരും. മിഞ്ഞാന്ന് പറഞ്ഞില്ല പൊക്ക് പോലെ അവർ തുണി കഴിച്ച് സഹാഫ് ചെയ്യാൻ നിൽക്കാന്ന് കൗലുണ്ടെന്നിട്ട് അന്നോട് മൊബൈൽ കാണിച്ചാലല്ല അവന്ന് നിങ്ങൾക്ക് പോയിട്ട് കഴിച്ചിട്ട് അടുത്ത തുണി ലാഭിക്കാം. ഞാൻ ചോദിച്ചത് അത് മാത്രം കെട്ടുന്ന എന്തിനാന്ന് ആരോ വൃക്ഷണ്ടപ്പേക്കൊന്ന് പിടിച്ചിട്ടാ അതും കഴിക്കാല്ല. അത്രയും ഭീഷണികളെ ഉണ്ടല്ല. ഒരു ടൗലിങ്ങനെ മതി പോലും. എന്നാൽ ലോകത്തെന്താ ആ കൗലുകൊണ്ട് ആരും അമൽ ചെയ്യാത്ത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടിലോ ഏതെങ്കിലും പള്ളിയിലോ അങ്ങനെയും കൗലുണ്ട്? നെറ്റി കെട്ടിയ പറഞ്ഞാൽ അങ്ങനെ ഒരു കൗലുണ്ട്. ഒന്നും അത്യാവശ്യം എല്ലാം ഇരൽ മിർഫക്കരി അല്ല പറഞ്ഞിട്ടുള്ളൂ. മിർഫക്കരി ഇല പുറത്തന്ന നമ്മിങ്ങനെയൊക്കെ പറയും. ഇസ്മാങ് പണം എന്ന് പറയുമ്പോൾ പറഞ്ഞു പകസ്തലോ ബുജുഹക്കും വൈദ്യക്കും ഇലൽ മറാഫയ്ക്ക് വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം അതിർക്ക് പുറത്താന്നാണ്. ഈ കുസറക്കുള്ളിൽ അന്യത്തെ കൊണ്ടില്ല. നോക്കാം ഉലമാഉൽ ആഖിറ വേർതിരിക്കുന്നതാണ്. قال الله سبحانه وتعالى والراسخون في العلم يقولون آمنا به كل من عند ربنا. അപ്പോ ഇൽമിൽ റാസിഖീങ്ങളായവരാണ് ഈ ബാത്തായ പറയുന്ന വാക്ക് പറയില്ല. എല്ലാ വലിയവരും പറയൂല. ഇൽമും കോട്ടും വാങ്ങി എല്ലാവരും യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ എന്ന് പറയൂല. റാസിഖീങ്ങളായ ആളുകളെ വാക്കായി പറഞ്ഞു. അപ്പൊ റാസിഖല്ലാത്ത ഒരാൾക്ക് ഇതല്ലാത്ത വേറെ വാക്ക് പറയാനുണ്ട് എന്ന് തോന്നില്ലേ? അതാ അനസിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിർ റാസിഖീന ഫിൽ ഇൽം. ഇൽമിന് വളരെ ആഴത്തിൽ കാലൂന്നിയവർക്കല്ല റസഖ എന്ന് പറഞ്ഞാൽ ഫഖാല മൻ ബറത്ത് യമീനുഹു വസദഖ ലിസാനുഹു വസ്തഖാമ ഖൽബുഹു വഅഫ ബത്നുഹു ഫർജുഹു ഫദാലിക മിനർ റാസിഖീന ഫിൽ ഇൽമി. ആര് പറഞ്ഞെടുത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തതാണ്. റാസിഖൂന ഫിൽ ഇൽമിന്റെ വസ്ഫ് അയാള് സത്യം ചെയ്ത് പറഞ്ഞ ഒരു സാധനം ബാറാണ്. സത്യം ചെയ്ത ബറുൽ യമീൻ ഉണ്ടല്ലോ. രണ്ടാമത് അദ്ദേഹത്തിന്റെ ലിസാന് സാധിക്കായിരിക്കും. അപ്പൊ കളവ് എന്നുള്ളത് വരൂലെന്നായി. പിന്നെ കൽബ് മുസ്തഖീമാണ്. കണ്ടയിലേക്കൊന്നും ചായില്ല, നേരെ ഇസ്തിഖാമത്തിൽ നിൽക്കും. വെളിച്ചലേക്കെല്ലാം ഇങ്ങനെ ചായുന്ന കൽബാണെങ്കിൽ പിന്നെ അർത്ഥമില്ലല്ല. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നേമ്പോൾ അങ്ങോട്ട്. അപ്പൊ അത് നടപ്പിലുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ബാത്തിനും ഫർജും ഹറാമിനെ തൊട്ട് കാക്കുന്നവരായിരിക്കും. പത്തിന് ഫർജും അതറിയാല. ഈ മൂന്ന് എത്ര 1, 2, 3, 4 വസ്തു. ഈ 4 വസ്തു ഒരു ആലിമിൽ കാണുന്നുണ്ടെങ്കിൽ ഫദാലിക മിനർ റാസിഖീന ഫിൽ ഇൽമിൽപ്പെട്ട ആളാന്ന് വെച്ചാൽ അഖറജഹു ഇബ്നു ജരീർ ഫി തഫ്സീരിഹി വതബ്റാനി ഫിൽ കബീർ മുടീന. വഖാല ബഅദുഹും അർ-റാസിഖു ഫിൽ ഇൽമി. ഇൽമിൽ റാസിഖ് എന്ന് പറഞ്ഞാൽ മൻ വജിദ ഫീ ഇൽമിഹി അർബഅതു അശിയാ. അദ്ദേഹത്തിന്റെ ഇൽമിൽ 4 കാര്യം നേടിയിട്ടുണ്ട്. ഒന്നെന്താ? അത്തഖ്വ ബൈനഹു വബൈനല്ലാഹി തആല. അദ്ദേഹത്തിന്റെയും അള്ളാഹുവിന്റെ ഇടയിൽ തഖ്വ ഉണ്ടായിരിക്കും. ജനങ്ങളുടെ ഇടയിൽ എന്നല്ല പറഞ്ഞത്, അള്ളാഹിന്റെ ഇടയിൽ. അപ്പൊ രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ അല്ലുണ്ടല്ലോ. അല്ലാഹുൽ ബാത്തിനുമല്ലേ. തഖ്വ വിട്ട് കളിക്കൂല. വത്തവാദുഉ ബൈനഹു വബൈനൽ ഖൽഖി. പടപ്പുകളുടെയും അവന്റെയും ഇടയിൽ തവാദുഉ ഉണ്ടാകും. അപ്പം അള്ളാഹിനോടുള്ള പെരുമാറ്റത്തിൽ തഖ്വയായിരിക്കും, പടപ്പുകളോടുള്ള തവാദുആയിരിക്കും. വസ്സുഹുദ് ബൈനഹു ബൈന ദുനിയ. ദുനിയാവിന്റെയും അവന്റെ ഇടയിൽ സുഹുദ് ഉണ്ടാകും. സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടുവിട്ടുപോക്കല്ലേ. അതെല്ലാം തിരുത്തിപ്പോയി.
കേട്ട് കേൾവി കൊണ്ട് ഊഹാപോഹങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയാലും കുറേ തിരുത്തീനി. പക്ഷെ പണ്ടത്തെ കച്ചറ പോകാൻ വീണ്ട കുറ്റി മുളക്കും, കുറ്റി പിന്നെയും മുളക്കും. വൽ മുജാഹദത്ത് ബൈനഹു ബൈന നഫ്സ്, നഫ്സിന്റെ ഇടയിലും അവന്റെ ഇടയിലും മുജാഹദയും കാണാം. 4 കാര്യമുണ്ട്. ഒന്ന് അള്ളാഹ്, ഒന്ന് പടപ്പ്, ഒന്ന് ദുന്യാവ്, മറ്റൊന്ന് നഫ്സ്. നഫ്സിന്റെ ഇടയിൽ മുജാഹദ, പിന്നെ പടപ്പുകളുടെ ഇടയിൽ തവാദു, ദുന്യാവിന്റെ ഇടയിൽ സുഹൂദ്, അള്ളാഹിന്റെ ഇടയിൽ തഖ്വ. ഈ 4 കാര്യം അയാൾ ഇൽമു കൊണ്ട് നേടിയിട്ടുണ്ടെങ്കിൽ റാസിഖൂന ഫിൽ ഇൽമി നോക്കാം മിൻ തഫ്സീരിൽ ബഗബി. തഫ്സീർ അല്ലേ ഇവിടെ നിൽക്കോ. ഖുൽതു, അന്ന് ഖുൽതു പറയുന്നത് ആദ്യം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, രണ്ടാമത് ചില നേതാക്കന്മാർ പറഞ്ഞത്. ഇനി നമ്മളെ മുസന്നിഫിന് ചിലത് പറയാനുണ്ട്. വെറും ബിരിയാണല്ല. വമിൻ ഔസാഫിഹിം ദവാമു മുറാഖബത്തില്ലാഹി തആല വൽ മുഹാഫളത്തു അലാ ഖൗഫിഹി ഫീ സായിരി അഹ്വാലിഹിം വദവാമു സക്കീനത്തി വൽ വഖാർ വൽ ഖുശൂഇ വൽ ഖുളൂഅ് വത്തവാലുഉ ലില്ലാഹി അസ്സ വജല്ല. അത് മറ്റൊരു ലാസിമ തന്നെയാണ്. അള്ളാഹുവിൻ്റെ മുറാഖബയുടെ ദവാം. എന്താ മുറാഖബ? അങ്ങനെ തലകുത്തിച്ചിരിക്കല. ഏതൊരവസരത്തിനും അള്ളാഹു താല CCTVയിൽ എൻ്റെ പേരുണ്ടെന്ന് അറിയല. അല്ലെങ്കിലും ഇതൂല്ലേ CCTV കൊണ്ട് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് എഴുതി വെച്ചാൽ അത് അന്ന് നോക്കാൻ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ റഖീബാണ്. അതാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ഖൗഫിൻ്റെ മേലെ എന്താക്കും? എല്ലാ അഹ്വാലും ഖൗഫിനെ മുഹാഫള ചെയ്യും, പേടി വിട്ട് കളിയില്ല. സക്കീനത്ത് വഖാർ, അപ്പോൾ ഒന്നിനും എടുത്തുചാട്ടയില്ല. പിന്നെ ഖുശൂഅ് ഖുളൂഅ്, പിന്നെ അള്ളാഹു തആലയുടെ തവാദു. അപ്പം നേരത്തെ പറഞ്ഞതിനെതിരല്ല ഇത്, അതിന് ലവാസിമ് പറഞ്ഞതാ. قال الإمام الغزالي رضي الله عنه പറഞ്ഞു قيل 5 من الأخلاق هي من علامات علماء الآخرة. അതാ ഉലമാക്കളിലുള്ള 5 കാര്യം, അത് ഉലമാഉൽ ആഖിറത്തിന്റെ അലാമത്താണ്. അതെവിടുന്ന് കിട്ടി? മഫ്ഹൂമത്തും മിൻ 5 ആയാത്തും മിൻ കിതാബില്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആലാന്റെ കിതാബിലുള്ള 5 ആയത്തിൽ നിന്ന് അത് പിടിച്ചെടുത്തതാണ്. അതിന് മഫ്ഹൂമാണ്. 1 അൽ ഖശിയത്ത്, 2 വൽ ഖുശൂഅ്, 3 വത്തവാദു, 4 ഹുസ്നുൽ ഖൽഖ്, 5 ഈസാറുൽ ആഖിറത്തി അല ദുനിയ, ദുനിയാവിനേക്കാൾ ആഖിറത്തിന്റെ മുൻതൂക്കം ബഹുവ സുഹൂദ്. അതാ സുഹൂദ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പം തന്നെ ഖശിയത്ത്, ഖുശൂഅ്, തവാദു, ഹുസ്നുൽ ഖൽഖ്, സുഹൂദ്, 5 അല്ല, 2. വഅമ്മൽ ഖശിയത്തു, എന്നാ ഖശിയത്തിൽ ആദ്യം പറഞ്ഞത് അത് പിടിച്ചെടുത്ത ആയത്ത് ഏതെന്നാണ്? ഫമിൻ ഖൗലിഹി തആല ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു തആലാനെ അവന്റെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നവർ അൽ ഉലമാ മാത്രമാകുന്നു. കണ്ടോ? ഇന്നം വിട്ടിട്ട് പറഞ്ഞു. അപ്പൊ ഖശിയത്ത് അല്ലാഹി എന്തിൽ പരിമിതമാണ്? ഉലമായിൽ മാത്രം പരിമിതമാണെന്ന്. വഅമ്മൽ ഖുശൂഉ, ഇനി ഖുശൂഅ് പറയട്ടെ. ഫമിൻ ഖൗലിഹി തആല ഖാശിഈന ലില്ലാഹി ലാ യശ്തറൂന ബിആയാതില്ലാഹി സമനൻ ഖലീലാ എന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ ആയാത്ത് കൊണ്ട് അവർ വാങ്ങൂല. ഒരു കച്ചവടം അവിടെ. അള്ളാഹുവിൻ്റെ ആയാത്ത് വിറ്റിട്ട് എന്താക്കൂല? സമരം ഖലീലിനെ വാങ്ങൂല. അതായത് ആഖിറത്തിനെ വിട്ടിട്ട് എന്താക്കൂല? പിന്നെ എടുക്കൂല. ഇനി 3 തവാദു അല്ലേ? വഅമ്മ തവാദു ഫമിൻ ഖൗലിഹി തആല വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. തങ്ങളോടാ പറഞ്ഞത് ഇത്, തങ്ങളെ ചിറക് താത്തി കൊടുക്കണം മുഅ്മിനീങ്ങൾക്ക്, വിനയം ഉണ്ടാക്കണം. തവാദു ആരുടെ കൽപ്പന? തങ്ങളോടാണ്. വഅമ്മ ഹുസ്നുൽ ഖൽഖ് പിടിച്ചെടുത്തതാ ഫമിൻ ഖൗലിഹി തആല ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് കൊണ്ടാണ് തങ്ങൾ വളരെ ലയ്യനായി മാറിയത് എന്നാണ്. അപ്പം ഫദ്ലുൻ ഖലീലായെങ്കിൽ ഉണ്ടാവില്ലെന്നില്ലേ? വഅമ്മ സുഹുദു ഫമിൻ ഖൗലിഹി തആല വഖാല അല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹാ. അതെപ്പോഴാണ് പറഞ്ഞത്? ഖാറൂൻ അല്ലാഹു തആല വലിയ അനുഗ്രഹം കൊടുത്തിട്ട് സമയത്തോടുകൂടി ഇങ്ങനെ നാടാള മക്കല യാത്ര. അപ്പം ചെലവിട്ടോ ഫാറൂൻ എന്തൊരവസ്ഥയിൽ എത്തിപ്പോയി. അവന് കൊടുത്ത പോലെ നമുക്കെങ്ങാനും കിട്ടിയെങ്കിൽ എത്ര ഉഷാറായിരിക്കും. അപ്പൊ ഖാറൂനുള്ള ആ അവസ്ഥ നന്നായി തോന്നി റൂട്ടർക്ക്. അപ്പോൾ ഇൽമു നൽകപ്പെട്ടവർ പറഞ്ഞേ
ഓൻ്റെ കാറ്റ് തീർന്ന് ഇതെല്ലാം പോയില്ലേ, മണ്ണിലേക്ക് പോയില്ലേ? എന്താ നമ്മളുടെ രാവിലെ പുതിയ പാറൂൻ. അതാണ് ഇൽമുടയോട് പറഞ്ഞത്, എൻ്റെ വൈലക്കും നാട്ടുകാരെ നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ, വിശ്വസിക്കുകയും സ്വാലിഹായ അമൽ ചെയ്യുകയും ചെയ്താക്ക് അള്ളാഹിന്റെ സവാബാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും ഇതല്ല, അത് സവാബ് ഖൈറിൽപ്പെട്ടതല്ലാന്ന് ആ തിരുത്തു കൊടുത്തതാരാ? കാലല്ലവീന ഊത്തുൽ ഇൽമിയാണ് തിരുത്തി പറഞ്ഞു കൊടുത്തത്. അതാ ഇൽമിന്റെ മഹത്വം. അപ്പൊ ദുന്യാവിന്റെ ഈ പൊടിപ്പും തൊങ്ങലും എന്നല്ല, ഒരു കാര്യമുള്ള സാധനം എല്ലാം തിരിയും. ഓ അയാൾ എത്ര അതിപ്പോ എന്തെല്ലാം സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയാന്ന് അയാള്, എത്ര സ്ഥാപനങ്ങളുടെ പ്രസിഡന്റാണ് അയാള്. അതുകൊണ്ട് പേരോടെ മാറ്റിക്കോ. നമുക്കും കിട്ടിയെങ്കിലും ഒന്നെങ്കിലും ഒരു തുള്ളിയെങ്കിലും നിങ്ങളെ തലയിലേത് കലമിൽ നമ്മളെ നാട്ടിച്ചാടെങ്കിൽ നമ്മളെല്ലാം വിജയിക്കോളാകുമായി. പക്ഷെ അവിടെ തിരുത്തി ഇൽമ് വന്നാൽ എന്താ, ഇതൊക്കെ നിസ്സാരമാണ് നമ്മൾ തിരുത്തും. ഇത് ഖുശൂ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനത്തിൽ കാണുന്നില്ലേ, ചെയ്യുന്ന സ്ഥലത്തിൽ അള്ളാഹുവിന്റെ ഹക്കാമിന് ഒതുങ്ങി ജീവിക്കലാണ് ഇത് ഖുശൂ. ഖശീഅത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന അള്ളാഹിനെ പറ്റിയുള്ള പേടിക്കുക പറയുന്നത്. പരസ്പര ബന്ധം ഉണ്ടാവും, രണ്ടും രണ്ട് ഹാലാണ്. ഇനി وكان ابن عمر رضي الله عنهما പറയുന്നു يقول لا يكون الرجل من أهل العلم حتى لا يحسد من فوقه. ഒരാൾ ഇൽമിന്റെ അഹലുകാരിൽ എണ്ണപ്പെടൂല. ഇത്ര വരെ അയാളെ ഞാൻ കാണാൻ വലിയ ആളോട് ഹസദ് തോന്നാത്ത കാലത്താണ്. അയാളിനെ ഫൗക്കിലുണ്ടല്ലോ, അദ്ദേഹത്തിനോട് ഹസദ് ഉണ്ടാവില്ല. ഹസദ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കുക, അയാൾ ഇൽമിന്റെ അഹലാണ്. ഒന്നിക്കല് ഇവന് ഫോണിലുള്ള ആള് താഴെയുള്ള ആൾ ഇങ്ങനെ ഉണ്ടാല് താഴെയുള്ള ആളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യൂല. താഴെയുള്ള ആളെ കുറവായി കാണൂല, മുകളിലുള്ള ആളെ ഹസദുമില്ല. ഇൽമു കൊണ്ട് എന്തെങ്കിലും ഒരു സമന് കിട്ടണമെന്ന് ആഗ്രഹമില്ല. ഇൽമു പകല് ഇത്ര മാസപ്പൊടി കിട്ടണം എന്നാലും ഞാൻ പണിയെടുക്കുമെന്നുള്ള വിഷയമില്ല. ബിഹി എന്ന് പറഞ്ഞാൽ ഇൽമുണ്ട്. വകാന ശഅബി റഹിമഹുല്ലാഹ് പറയുന്നു യഖൂൽ ഇന്നമൽ ഫഖീഹു മൻ വരിഅ അൻ മഹാരിമില്ലാഹി തആല. ഫഖീഹ് എന്ന് പേര് കൊടുക്കണമെങ്കിൽ അൽ ഫഖീഹ് അള്ളാഹുവിൻ്റെ ഹറാമായ കാര്യങ്ങളെ തൊട്ട് വളരെ വറഉള്ള ആൾക്ക് മാത്രമേ എന്ത് പറയൂ, അൽ ഫഖീഹ് എന്ന് പറയുള്ളൂ. വൽ ആലിമു മൻ ഖാഫല്ലാഹ അസ്സ വജല്ല. ആലിമ് എന്നൊരാൾക്ക് പേര് കൊടുക്കൽ എന്താന്ന്, അള്ളാഹിനെ പേടിയില്ലാത്ത മാത്രമേ കൊടുക്കുള്ളൂ. വഖാല റജുലുൽ ഹസനുൽ ബസരി, തങ്ങളോടൊരാൾ പറഞ്ഞ് ഇന്ന ഫുഖഹാഅന യഖൂലു കദാ, നമ്മുടെ നാട്ടിലുള്ള ഫുഖഹാക്കന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മൂപ്പ വെച്ചു, എനിക്ക് ഫഖീഹിനെ തിരിഞ്ഞാ, എനിക്കേണ്ടവിടെ ഫഖീഹ് ആരാൻ തിരിഞ്ഞു? അതാ ഫഖാലൽ ഹസൻ തങ്ങൾ ചോദിക്കും, ഹൽ റഅയ്ത ഫഖീഹൻ ഖത്തു, നീ വല്ല ഫഖീഹിനെ കണ്ടിട്ടുണ്ടോ? ഇന്നമൽ ഫഖീഹു, ഫഖീഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? അസ്സാഹിദ് ഫിൽ ദുനിയ, ദുനിയാവിലുള്ള സാഹിദ് മാത്രമാണ് ഫഖീഹ്. ഇന്നെ വിട്ട് പറഞ്ഞില്ലേ, അർ-റാഗിബു ഫിൽ ആഖിറ, ആഖിറത്തിൽ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഫഖീഹ്. അൽ ബസീറു ഫീ ദീനിഹി, ദീനിൽ നല്ല അകക്കാഴ്ചയുള്ള ഒരാളാണ് ഫഖീഹ്. അൽ മുദാബിമു അലാ ഇബാദത്തി റബ്ബിഹി, റബ്ബിന്റെ ഇബാദത്തിന്റെ മേലെ നിത്യമാക്കുന്ന ആളാണ് ഫഖീഹ്. നീ പറഞ്ഞ ആളല്ല ഫഖീഹായിക്കൊള്ളുന്നില്ല. ഇത്രസ്ഫ് ദുന്യാവിൽ സുഹൃദ്, ആഖിറത്തിൽ റഗ്ബത്ത്, ദീനിലുള്ള ബസീറത്ത്, ഇബാദത്തിൽ ദവാം. റബ്ബാനികളായ ഉലമാക്കന്മാരുടെ ചില മോഡലാ പറഞ്ഞിരുന്നു. ബസറിന്റെ അഹലുകാരോട് ആരോടോ ചോദിച്ച്, എന്താ മാൻ സയ്യിദുക്കും, നിങ്ങളെ സയ്യിദാര് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞെന്താ, അൽ ഹസനുൽ ബസരിയാണ് നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിക്കുന്നത് ബിമ സാദക്കും, ഹസനുൽ ബസരി എന്തുകൊണ്ട് നേതാവായി എന്നാ ചോദിച്ചു. ഖാല ഇഹ്താജൻ നാസു ഇലാ ഇൽമിഹി, മൂപ്പറ ഇൽമിലേക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. വസ്തഗ്നാഹു അൻ ദുന്യാഹു, എന്നാൽ മൂപ്പർ വലിയ കഴിഞ്ഞാൽ ഇവരുടെ ദുന്യാവൊന്നും മൂപ്പർക്ക് വേണ്ട. മൂപ്പറ ഇൽമിലേക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്, ഇവരെ കയ്യിലുള്ള ദുന്യാവിലേക്ക് മൂപ്പർക്കൊട്ട് ആവശ്യമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് അവരായി സയ്യിദായി.
وعن أبي بكر الهذلي السائر المشهور أبو بكر الهذلي എന്ന് പറഞ്ഞ വലിയ കവിയാണ്. അബൂ കബീർ ആമിർ ഇബ്നു ഹുലൈസ് അൽ-ഹുദലി ഷാഇറുൻ ഫഹൽ, പദ്യക്കാരുടെ വലിയ ഷായിർ മീൻ ഷുറാഇൽ ഹമാസ. ഖീല അദ്റക്കൽ ഇസ്ലാമ വഅസ്ലമ, അവർ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലേക്ക് കയറി മുസ്ലിം ആയിട്ടുണ്ട്. വലഹു ഖബറും മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഒരുമിച്ച് കൂടിയ ചില ഒരു ഖബറും ഉണ്ട്. അപ്പം അത് പ്രസിദ്ധമല്ലാത്തോടെ ഖീല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്ന സഹാബിയായി. ഹമാസ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കാല അബുൽ അബ്ബാസ് ഇസ്തഫാഹി പറഞ്ഞു. കാല എന്ന് പറഞ്ഞാൽ ആദ്യം അബൂബക്കർ ഹുദലി പറയുന്നത് എന്ത്, അബുൽ അബ്ബാസ് ഇസ്തഫാഹി പറഞ്ഞു. ആരാണ്? അബുൽ അബ്ബാസ് അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ബിൻ അലി ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അപ്പോൾ നേരത്തെ അഹ്ലു ബൈത്തിലേക്ക് എത്തി. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസ്, അബ്ബാസിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, എല്ലാവർക്കും അറിയാലോ. അവരുടെ മകൻ അലി, മകന്റെ മകൻ മുഹമ്മദ്, അവരുടെ മകൻ അബ്ദുള്ള. അപ്പൊ പേരക്കുട്ടിന്റെ പേരക്കുട്ടി അൽ മുലക്കബ് ബി സഫാഹ് എന്നാണ് ഓരോ ലക്കബ്. 104 ജനിച്ചിട്ട് 136 വഫാത്താണ്. അവ്വലു ഖുലഫായി ദൗലത്തുൽ അബ്ബാസിയ, അബ്ബാസി ഭരണകൂടത്തിലുള്ള ആദ്യത്തെ ഖലീഫ. വഹദുൽ ജബ്ബാരീൻ അദ്ദുഹാത്തി മിൻ മുലൂക്കിൽ അറബ്, അറബി രാജ്യങ്ങളിൽ വെച്ചിട്ട് ശത്രുക്കൾക്കെതിരെ പടപൊരുതുന്ന ധീര യോദ്ധാവ്. കാന ശദീദുൽ ഉഖൂബത്തി അലീമൽ ഇന്തിഖാം, മൂപ്പർ നല്ല ശിക്ഷയും കൊടുക്കും, എല്ലാവരും കീഴടക്കി കളയും. വലഖിബ ബി സഫാഹി എന്നെന്താ പേര് വന്നത്? ലി കസറത്തി മാ സഫഹ മിൻ ദിമാൽ ഉമയ്യൻ, ഉമവിയ്യാക്കളുണ്ടല്ലോ. ഉമവിയാരാണ്? ഉമയ്യത്തിലേക്കുള്ള ചേർത്തിട്ടില്ല ഉമവി എന്ന് പറയുന്നത്. അവരാകും ഇന്ന് പിടിച്ചാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ സുഫിയാൻ ബാപ്പ, അബൂ സുഫിയാന്റെ ബാപ്പ ഹർബ്, ഹർബിന്റെ ബാപ്പ ഉമയ്യത്ത്, അതാണ് ഉമവിയൻ. അവരെ ധാരാളം എന്താക്കിയിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ട് ചോരൊഴുക്കിയിട്ടുണ്ട്. അപ്പൊ സഫാഹ് വഹുവ അവ്വലു മൻ അഹദസ നിസാമൽ വിസാറത്തി ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള ഭരണകൂടത്തിന്റെ കോർവ പുറത്തേക്ക് ഉണ്ടാക്കിയാണ് ഭരണഘടന. വകാന മൗസൂഫൻ ബിൽ ഫസാഹത്തി വൽ ഇൽമി വൽ അദബ്, ഫസാഹത്തുണ്ട്, ഇൽമുണ്ട്. അദബ് എന്ന് പറഞ്ഞാൽ അവസാനം കണ്ട വിളിക്കുന്നതാണെന്നല്ലേ, അതല്ല അദബ്. ഇതിവിടെ ഭാഷാ സാഹിത്യമാണ്. വിളിക്കുന്നുണ്ട് പരിപാടി ഇസ്ലാമിൽ ഇല്ലാന്താണ്. അപ്പോൾ ഉസ്താദ് വിചാരിക്കുക എന്തൊരു പേടിയാന്ന് തന്നെ മക്കൾക്ക് ഞാൻ പഠിച്ചാണ് നോക്കുമ്പോൾ ഇവരാ ഉസ്താദിനെ വഞ്ചിക്കാനുള്ള തക്കടിയാണ്. പള്ളിയിലെ അതിൻ്റെ കൂട്ടയിലെല്ലാം പോയിട്ട് ഒളിച്ചു ഉസ്താദ് കണ്ണേച്ച്. അബുൽ അബ്ബാസ് സഫാഹ് പറഞ്ഞതായിട്ട് അബൂബക്കർ അൽ ഹുദലി പറയുന്നു, ബി അയ്യി ശൈഇൻ ബലഗ ഹസനക്കും, അല്ല ബി അയ്യി ശൈഇൻ ബലഗ ഹസനക്കും, നിങ്ങളിൽ ഒരു ഹസൻ ഉണ്ടല്ലോ, ആ ഹസന് ഇത് ആരാ? ഹസന് ഹസനുൽ ബസരി. അവരെ മാ ബലഗ, ഹസനുൽ ബസരിക്ക് നേടിയ ആ നേട്ടത്തിലേക്കെല്ലാം എത്തിച്ചെന്താണ് സാധനം എന്ന് ചോദിച്ചു. ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. കൊൽത്തു, ആ പറഞ്ഞ യാ അമീറുൽ മുഅ്മിനീൻ ജമഅ കിതാബല്ലാഹി വഹു ഇബ്നു 12 സന, 12 വയസ്സുള്ള അവസരത്തിൽ എന്താക്കി ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഒന്ന്, ഫലം നിജാബ് സൂറത്തൻ ഇലാ ഗൈരിഹാ, ഒരു സൂറത്ത് പഠിച്ചിട്ട് അടുത്ത സൂറത്തിലേക്ക് വിട്ടുകിടക്കൂല. തലവല ഹത്താ യഅരിഫ തഅ്വീലഹാ വഫീമ ഉൻസിലത്, അതിൻ്റെ തഅ്വീലും തഫ്സീറും എല്ലാം അത് ഏത് വിഷയത്തിലാണ് അവതരിച്ചത് എന്നെല്ലാം പഠിച്ചിട്ടില്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വിട്ടുകിടക്കൂല. അങ്ങനെ കിതാബ് ഒരുമിച്ച് കൂട്ടിയപ്പോഴാ 12 വയസ്സിലാണ്. പിന്നിട്ടില്ല. വലം യഖ്ലിബ് ദിർഹമൻ ഫി തിജാറത്തിൻ, കച്ചവടത്തിലായിട്ട് ഇങ്ങനെ പൈസ എണ്ണി കൊടുക്കലല്ലേ, അങ്ങനത്തെ ഒരു പൈസ എണ്ണി കൊടുക്കണ്ടായിട്ടില്ല. വലം യലി സുൽത്താൻ ഇമാറത്തൻ, ഒരു സുൽത്താൻ കൽപ്പിച്ചാൽ ഒരു ഭരണാധികാരം ഒറ്റ ഏറ്റെടുക്കൂല. വലായലി വലം യലി, സുൽത്താൻ പറയുന്നത് ഇന്നക്ക് കാദിയാകണം ഇന്നക്ക് അതാകണം എന്ന് പറഞ്ഞാൽ ഒന്നും മുബറ കൂട്ടാക്കൂല. വലം യഖ്ബർ ബിശൈഇൻ ഫീഹിം ഹത്താ യഫ്അലഹു, ഒരു കാര്യം ജനങ്ങളോട് കൽപ്പിച്ചാൽ അതാദ്യം മൂപ്പർ ചെയ്യുന്ന ആളായിരിക്കും, എന്നിട്ടേ കൽപ്പിക്കുള്ളൂ. വലാ ബിതർകി ഷൈഇൻ, ഒരു സാധനം ഉപേക്ഷിക്കണമെന്ന് ആൾ പറഞ്ഞിട്ട് മൂപ്പർ ആദ്യം ഒഴിവാക്കും. ഇതൊക്കെയാണ് മൂപ്പർക്കുള്ളത്. ഒന്ന്, ഖുർആൻ നന്നായിട്ട് പഠിച്ചു. 2, പൈസൻ്റെ ഇടപാടില്ല. 3,
ഒരു നേതൃത്വം ഒരു വിലായത്ത് ഏറ്റെടുക്കൂല. നാലാമത്തത് കൽപ്പിക്കുന്ന കാര്യം ആദ്യം പാലിക്കുന്ന ആളായിരിക്കും, വിരോധിക്കുന്ന കാര്യം ആദ്യം വർദ്ധിക്കുന്ന ആളായിരിക്കും. ഇതൊക്കെ ഉണ്ടായാൽ ഹസൻ ബസ്രിക്ക് സ്ഥാനം. قال الإمام مالك بن أنس رضي الله عنه പറയുകയാണ് كان جعفر الصادق بن محمد الباقر رضي الله عنه അഹ്ലുബൈത്തിൽപ്പെട്ട സയ്യിദന്മാരല്ലേ അവർ. ജാഫർ സാദിഖ് അവർ പേരാ മുഹമ്മദ് ബാഖിർ. അവിടെ അടുത്തേക്ക് എത്തും, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തും. കസീറ ദുആബത്തി വത്തബസ്സുമി, നല്ല നേരം പോക്കും പുഞ്ചരിയൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പം നല്ല തമാശ, ജമാലിൻ്റെ ആളാണ്. അങ്ങനെ ചില സയ്യിദന്മാരുണ്ടല്ല, ജമാലിയത്തിൻ്റെ ആളാണ്. ഫൈദാ റുക്കിറ ഇൻദഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോൾ ഇസ്ഫറ, മൂപ്പറ നിറം തന്നെ മഞ്ഞ നിറമായി പോകുന്നു. തങ്ങളോടുള്ള താലീമും ആ ആദരവും കാരണത്താൽ മൂപ്പർ കളർ തന്നെ മാറിപ്പോകുന്നു. അല്ല, വമാ റഅയ്തുഹു യുഹദ്ദിസു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ തഹാറ. ആരാ? മാലിക് ബിൻ അനസ് ഇമാം, മദ്ഹബിന്റെ ഇമാമല്ലേ. എന്തെങ്കിലും ഒരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറയുന്നുണ്ടെങ്കിൽ തഹാറത്തുമ്മലല്ലാണ്ട് പറയൂല. ജാഫർ സാദിഖിനെ പറ്റിയല്ലേ പറയുന്നത്. മാലിക് ബിൻ അനസ് തങ്ങൾ ജാഫർ സാദിഖിന്റെ സ്വഭാവം പറഞ്ഞിരുന്നു, ഇല്ലാ അലാ തഹാറത്തിൻ. അപ്പൊ ഇപ്പൊ സിഗരറ്റും വലിച്ചിട്ടും ഊതിക്കൊണ്ടല്ല സഹീഹ് ബുഖാരി ഓതുന്ന ആൾ എന്തോത്താന്നോ ആദ്യം പഠിക്കണം. നിലത്ത് കിതാബും വെക്കുക, ഹദ്ദസനാ ഖുർആനും ഇപ്പോൾ തോത്താം. അതിൽ സമകാലികൻ ആയിക്കൊള്ളുന്നില്ലല്ലോ, മുൻഗണന നേതാക്കന്മാരെ പറ്റി പറയാല. സമകാലികന ആണെന്ന് വരുന്നതാ. വഖദ് ഇഖ്തലഫ്തു ഇലൈഹി സമാനൻ, കുറെ കാലം ഞാൻ മൂപ്പറക്കൽ പോയി വന്നുകൊണ്ടുണ്ടായിരുന്നു. ഫമാ കുൻതു അറാഹു ഇല്ലാ അലാ സലാസി ഖിസാലിൻ, മൂന്നാലൊരു കാര്യത്തമ്മിലല്ലാണ്ട് ഞാൻ കാണാറില്ല. ഒന്നെന്താ? ഇമ്മാ മുസ്ലിം, ഒന്നിക്ക് നിസ്കാരത്തിലുണ്ടാവും. അല്ലെങ്കിലോ ഇമ്മാ സാമിത്തൻ, ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നുണ്ടാവും. ഇമ്മാ യഖറഉൽ ഖുർആൻ, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നുണ്ടാവും. ഈ മൂന്നാലൊരു ഹാലിലില്ലാണ്ട് ഞാൻ മൂപ്പറെ ഒരിക്കലും കണ്ടിട്ടില്ല. വക്കാന ലാ യതകല്ലമു ഫീമാ ലാ യഅനീഹി, ആവശ്യമില്ലാത്ത ഒരു കലാമും സംസാരിക്കില്ല. വക്കാന മിനൽ ഉലമാഇ വൽ ഉബ്ബാദി അല്ലദീന യഖ്ശൂന അല്ലാഹ അസ്സ വജല്ല, അല്ലാഹു തആലാനെ പേടിക്കുന്ന ആബിദീങ്ങൾ ഉലമാക്കളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു ആര്? ജാഫർ സാദിഖ് എന്ന് പറയുന്നു. ഇതെവിടെ ഉണ്ട്? ദക്കറുൽ ഖാദി ഇയാൾ ശിഫായിൽ പറഞ്ഞതാണ്. ഇത് കിതാബല്ലേ ശിഫാ. وعن الفضيل بن عياض رضي الله عنه قال كان الإمام أبو حنيفة رضي الله عنه ആയിരുന്നു മഷ്ഹൂറൻ ബിൽ വറഅ്, വറഅ് കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. മഅറൂഫൻ ബിൽ ഇഫ്ലാൽ, ദാനധർമ്മങ്ങളെ കൊണ്ട് അറിയപ്പെട്ടവരാണ്. ധാരാളം കോരി വാരി കൊടുക്കലാണ് മുപ്പത്. സബൂറൻ അലാ തഅലീമിൽ ഇൽമി ബിൽ ലൈലി വൻ നഹാർ, രാവിലാവട്ടെ പകലിലാവട്ടെ ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റ ക്ഷമയുള്ളവരായിരുന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. കസീറ സുംതി, മൗനം ധാരാളമാണ്. ഖലീലൽ കലാം, കലാം കുറവാണ്. ഹത്താ തരിദ മസ്അലത്തുൻ ഫീ ഹലാലിൻ ഔ ഹറാമിൻ, ഹലാലിലാവട്ടെ ഹറാമിലാവട്ടെ ഒരു മസ്അല വരുന്നത് വരെ കലാം ഉണ്ടാവില്ല. അപ്പം എന്താകും? മസ്അല ചർച്ച ചെയ്യാൻ വേണ്ടി സംസാരിക്കും. വക്കാന ഹാരിമൻ മിന സുൽത്താൻ, സുൽത്താൻ തൊട്ട് ഒളിച്ചോടുന്നവരാണ്. ഒരു സ്ഥാനം ഉമർ ഏറ്റെടുക്കില്ല. ഖാദിയാകല മറ്റാകല ഖാദിയാകല വലിയ സ്ഥാനമല്ലേ. യാ റബ്ബേ, നമ്മ കിട്ടിയ ഖാദിപ്പെട്ട തെറിച്ചു പോയില്ലേ. എന്താണ് ഇറങ്ങലിൻ്റെ സ്റ്റെപ്പിന് വ്യത്യാസം വന്ന് ഇപ്പുറം തുപ്പാനാക്കി അപ്പുറം തൂറാനാക്കി. കണ്ടില്ലേ? കഞ്ഞിമൂലൊക്കെ ഇപ്പുറം തുപ്പുന്ന അപ്പുറം തൂർന്നയാക്കി. ഇതിനാ കണവിലെ തെറ്റെന്താ ഉള്ളത്? വമിൻ ശിദ്ദത്തി വറഇഹി, അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹുവിന്റെ വറഅ് നോക്ക്. അന്നഹു കാന ലാ യജ്ലിസു ഫീ ദില്ലി ജിദാരി ഗരീമിഹി, മൂപ്പരോട് കടം വാങ്ങിയാലുണ്ടാവില്ലേ, അദ്ദേഹത്തിന്റെ വഴി പോകുമ്പോൾ മരത്തിന്റെ ചുമരന്റെ തണലിൽ കൊണ്ടുപോകില്ല. എന്തുകൊണ്ട്? ആ കടം വാങ്ങിയ ആളെ വെക്കുന്ന ഒരു ആനുകൂല്യം പറ്റിലേക്ക് ചേർത്തപ്പോൾ അത് പലിശയായി പോകുമെന്ന് കുറിച്ചിട്ട്. ഇതാണ് ഉമയ നല്ലൊരു ഉസ്താദിന്റെ കാലത്ത് ഒരു മുസ്ലിയാർ എന്താക്കി? പലിശ ഹലാലാക്കിയിട്ട് പൊത്തു പറിച്ചു. അതിന് കുറെ ഇബാറത്ത്. അത് മൂപ്പർ ചോദ്യം ചെയ്ത്, ആരെ? നബിനറിയില്ലേ? ഉമയ നല്ലൂര് ചോദ്യം ചെയ്തിട്ട് അതിനെ ബാത്തിലാക്കി.
മാത്രമല്ല അബു ഹനീഫ ഇമാമിന്റെ മതപ്രകാരമാണ് ഞാൻ ഇറക്കിയതെന്ന് ഒറ്റയാണ് ന്യായീകരിച്ചു. അപ്പൊ അബു ഹനീഫ ഇമാമ് ഈ കടം വാങ്ങിയ ആളെ വക്കൽ തണൽ കൊള്ളാവര് നിൽക്കലില്ല, എന്നിട്ട് ഇവിടെ പലിശ ഹലാലാക്കുന്ന മതഹബ് ഉണ്ടാകാൻ മൂപ്പ എന്താക്കുന്നല്ല പാത്തി ഇവിടെ അടുത്ത് രംഗത്ത് തോന്നുന്ന പറഞ്ഞു. 19 കൊല്ലമായിട്ടുള്ള ഒപ്പാത്തയച്ച് കണ്ടാൾ ഇപ്പോൾ ഉണ്ട്, മക്കളുണ്ട്, പേരെ കുട്ടികളെല്ലാം ഇപ്പോൾ ഉണ്ട്. അതൊന്നും അല്ലായിട്ടില്ല. കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരെ ശിഷ്യന്മാരിൽപ്പെട്ടാണ് നമ്മ പണ്ട് വില മനാലാമൊന്ന് കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരെ വേറെ വേറെയും സ്ഥലന്മാരുണ്ട്. അതാ പറയുന്നത്, കടം വാങ്ങിയ ഒരാളെ ജിദാറിന്റെ നെല്ലിൽ പോലും ഇരിക്കില്ല. എന്താ ഒരു കടത്തിന്റെ മേലെ എന്താക്കി എന്തെങ്കിലും ഒരു ഉപകാരം അയാൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് പലിശയാണെന്ന മൂപ്പറ മസാദ്. ഹക്കിന്റെ മേലിൽ എല്ലാവർക്കും അറിയിച്ചു കൊടുക്കലാണ് മൂപ്പർ ജീവിതത്തിന്റെ സദാസമയത്തുമുള്ള പ്രവർത്തനം. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു അങ്ങനത്തെ ഇമാമ. മാലിക് ഇതെന്ന് ഹനഫി മദ്ഹബ് പ്രകാരം ഞാൻ പുറത്തു കൊടുത്തതെന്ന് മറ്റേ മുസ്ലിം ന്യായീകരിക്കാൻ. വഹുകിയ അന്നഹു ദുഇയ ലിൽ ഖളാഇ, ഖാദി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി മൂപ്പറെ ക്ഷണിച്ച് ഫംതന, അതിനെ വിസമ്മതിച്ചു. ഫളരിബ ഫീ ദാലിക ബിസ്സിയാത്ത്, അങ്ങനെ ചാട്ടവാടിന്റെ അടിയേൽക്കേണ്ടി വന്നു രാജകൽപ്പന സ്വീകരിക്കാത്തത് കൊണ്ട്. വഹുബിസ, ജയിലിലടക്കപ്പെട്ടു. ബൽ വമാത ഫിൽ ഹബ്സി, എന്ന് മാത്രമല്ല ജയിലിലാണ് മൂപ്പർ വഫാത്തായത് റളിയല്ലാഹു അൻഹു. വലമ്മാ സമിഅ ഇശ്ഫാഖൽ മുശ്ഫിഖീന അലൈഹി വഹും യഖൂലൂന മാദാ അലൈഹി ലൗ വലിയ വത്തഖാ ഹാദിഹി സിയാത്ത, ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി ആ കാതിപ്പട്ടം ഏറ്റെടുത്തിട്ട് അടിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ. ചാട്ടവാറുകൊണ്ട് അടിയേക്കാനാണ് തയ്യാറായത്. എന്താ കാതിപ്പട്ടം ഏറ്റെടുത്താ വരാൻ പോകുന്നത്? ഇത്ര നല്ല കാതിയാന്ന് പറഞ്ഞൂടെ? ഖാല, മൂപ്പർ പറഞ്ഞ് സിയാത്തു ദുനിയ, ദുനിയാവെന്ന് കിട്ടുന്ന ചാട്ട, വല സിയാത്തുൽ ആഖിറ, ആഖിറത്തിലെ ചാട്ടയുടെ വ്യത്യാസം ഉണ്ടല്ലോ. ഖാല ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ മുസിന അഖലു അബീ ഹനീഫത റളിയല്ലാഹു അൻഹുവിന്റെ അഖലെങ്ങാനും തൂക്കിയാൽ ബി അഖലി നിസ്ഫി അഹ്ലിൽ അർദി, ഭൂമിയിലുള്ള പകുതി ആളുകളുടെ അഖലുമാര് തൂക്കുക എന്നാ ലറജഹ ബിഹിം, തങ്ങളുടെ ഇമാമിന്റെ അഖിലെന്താകും? മുൻതൂക്കമാകും. അത് നിസ്ഫ് പറയുന്നത് എല്ലാത്തിനും തൂക്കിയ റാജഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖലിനെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാവരും അഖിലും തുലാസിന്റെ തട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചാൽ ആദ്യം മുൻതൂക്കം അത് മുഴുവനാക്ക് തങ്ങൾക്കാം. وعن زافر بن سليمان رضي الله عنه قال كان أبو حنيفة رضي الله عنه يحيي الليل بركعة, ഒരൊറ്റ റക്അത്ത് കൊണ്ട് രാത്രി ഹയാത്താക്കും. യഖറഉ ഫീഹൽ ഖുർആൻ, അതിനെന്താക്കും? ഖുർആൻ ഓതലാണ്. وعن أنس بن عمرو رضي الله عنه قال قام أبو حنيفة رضي الله تعالى عنه وأرضاه أن الليل بهذه الآية, ഒറ്റായത്ത് ഏതാണ്? بل الساعة موعدهم والساعة أدهى وأمر, മുമ്പെന്താ? سيهزم الجمع ويولون الدبر, بل الساعة موعدهم والساعة أدهى وأمر. ആ ഒരറ്റായത്ത് ഓതിയിട്ട് ഖിയാമത്ത് നാളിന്റെ ആ ചിന്ത മനസ്സിൽ കയറിയിട്ട് അതുകൊണ്ട് രാത്രി മുഴുവൻ നിസ്കരിച്ചു. യുറദ്ദിദുഹാ വയബ്കി, ആ ആയത്ത് മടക്കി മടക്കി ഓതും, മൂപ്പർ കരയുകയും ചെയ്യും. അപ്പൊ അത്രണ്ട് ഖുർആൻ മൂപ്പർ പിടികൂടി. وكان الإمام مالك بن أنس رضي الله عنه ذا وقار وخشية, നല്ല ഗാംഭീര്യവും ഖശിയത്തും ഉടയവരായിരുന്നു മറ്റേ ഇമാം, മദീനന്റെ ഇമാം. മുബാരികൻ ഫീ തഅലീമി ഇൽമി ദീനി, ദീനിന്റെ ഇൽമിനെ ആദരിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം എത്തിയ ആളാണ്. കസീറല്ലദവി വത്തൗഖീരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് വളരെ അദബും തൗഖീറും വെച്ച് പുലർത്തിയ മഹാനായിരുന്നു ആര്? ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഖാല ബഅദുഹും ജഅബൽ ജവാബ ഫലാ യുറാദിഉ ഹൈബതൻ വൽ ഹാലിറൂന നവാകിസുൽ ലബിഖാനി അദബുൽ വഖാരി വഇസ്സു സുൽത്താനി തുഖാ ഫഹുവൽ മഹീബ് വലൈസ വസ്സുൽത്താനീൻ. ആരെപ്പറ്റി? മാലിക് ഇമാമിനെ പറ്റി. ജഅവൽ ജവാബ, ജവാബിനെ തടയും എന്ന് പറഞ്ഞാൽ ആർക്കും മൂപ്പരോട് സംസാരിക്കാൻ പോലും ധൈര്യം വരില്ല.
ഫലാ യുറാജു ഹൈബത്തൻ, മൂപ്പരോട് പേടിച്ചിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനോ മുറാജാത്തിന് നിൽക്കൂല. നമ്മുടെ നാട്ടിൽ കുത്തുബിത്തങ്ങളെ പറ്റി പറയുന്നേക്കാം, ഒരു നോട്ടം നോക്കിയാൽ അങ്ങനെ നമ്മൾ നോക്കാം, അല്ലാത്ത ഹൈബത്താന്നല്ലോ പറയുന്നു. വൽ ഹാദിറൂന, അവിടെ ഹാജരുള്ളവർ നവാക്കിസുൽ അദ്കാനി, അദ്കാനതാ താടി തല കുമ്പിട്ടിട്ട് ഇങ്ങനെ നിൽക്കലാണ്. മൂപ്പുക്കളുടെ ധൈര്യത്തോടെ നോക്കാൻ കഴിയില്ല. അദബുൽ വഖാരി വൈദ് സുൽത്താനി തുക, മൂപ്പർക്ക് ഉള്ളത് എന്താണ്? തഖ്വ എന്ന ഒരു സുൽത്താനുണ്ട്, അതിൻ്റെ ആധിപത്യം, അതിൻ്റെ ഇസ്സത്തും ദീനിനോടുള്ള ആദരവാകുന്ന അദബും. എന്നല്ലാണ്ട് ഫഹുവൽ മഹീബു, അതുകൊണ്ട് മൂപ്പറ എല്ലാവരും പേടിക്കുന്നു. വലൈസ സുൽത്താൻ, എന്നാൽ സുൽത്താനാണോ? അല്ലാതെ ആയുധമെടുത്തുള്ള സുൽത്താനല്ല, അതല്ല. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചപ്പം കിട്ടിയ ആദരവായി കാണുന്നത്. ഖാലിബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്തു ഇൻദ മാലികിൻ, മാലിക് ഇമാമിൻ്റെ അടുക്കലായിരുന്നു ഞാൻ. വഹുവ യുഹദ്ദിസുനാ, ഇമാം മാലിക് തങ്ങൾ നമുക്ക് ഹദീസ് പഠിപ്പിക്കുകയാണ്. ഫലദഗതുഹു അഖ്റബുൻ, അപ്പോൾ ഒരു തേള് വന്നിട്ട് കുത്തി. മൂപ്പറ 16 മറ, 16 വട്ടം തേള് കുത്തി. വഹുവ യതഗയ്യറു ലൗനുഹു വയസ്ഫറു, അങ്ങനെ വിഷം കയറി കുത്തിയിട്ടിട്ട് അവരെ കളറ് മാറാൻ തുടങ്ങി, മഞ്ഞ കളറ് വന്ന്. എന്നാലും ഹദീസിൽ നിന്ന് വെപ്രാളം ആക്കിയില്ല, ഒച്ചപ്പാടാക്കിയിട്ട് ആളെ എണീച്ചോടലും ഒന്നും ചെയ്തില്ല. വലായക്കത്ത ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി, ഹദീസിനെ മൂപ്പർ നിർത്തിവെച്ചില്ല. ഇവിടെ കുത്തുബി തങ്ങളാണ് വലിയ എത്ര വിധത്തിൽ തേളിറങ്ങിയില്ല, അതാ ചെല്ലിക്കൊണ്ടപ്പോൾ മടിയിൽ ജനങ്ങളെല്ലാം എണീച്ചോടി. മൂപ്പടാരുന്നൊക്കെ തന്നെ ആളങ്ങനെ അടയ്ക്കുന്നുണ്ട്. മൂപ്പർക്ക് കുസലയല്ല, മഹമ്മദുല്ലൊക്കെ പറഞ്ഞത്. മറ്റേ മൂപ്പർ വയ്ക്കുന്നു ബിസ്മില്ലാഹില്ലദീ ലാ യദുറു എന്ന് ഇവിടെ ഓതുകയും ചെയ്യാം. തേള് വന്നാൽ കുത്തുമെന്ന് വിചാരിച്ചാൽ നബിയുടെ തസ്തിക ഇവിടെ പോയിടാം. നീ എന്താ വിചാരിച്ചത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്ന് പറയും. അത് തേള് വന്നപ്പോൾ നീ പേടിച്ചോടുക. മൂപ്പർ ഒരു കുസലില്ലെന്നാണ്. 16 വട്ടം തേള് കുത്തി. ഫലമ്മ ഫറഗ മിനൽ മജ്ലിസ്, അങ്ങനെ മജ്ലിസ് തീർന്നപ്പോൾ ഖുൽതു ലഹു, ഞാൻ മൂപ്പരോട് പറഞ്ഞേ, യാ അബാ അബ്ദില്ലാ, അറബി മാലിക് ഇമാമിന്, ലഖദ് റഅയ്തു മിൻകുമുൽ യൗമ അജബാ, നിങ്ങളെ ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ട്. ഞാൻ അതേ ഉണ്ടാകും, നിങ്ങൾക്കെല്ലാം അത്ഭുതം ഉണ്ടാകും. ഇന്നമാ സബറതു ഇജ്ലാലൻ ലിഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിനെ ബഹുമാനിച്ചിട്ട് ഞാൻ സബൂർ ചെയ്തതാണ്. അപ്പം ഇൽമിനോടും കിതാബിനോടും ഹദീസിനോടും സബ്ജക്റ്റിനോടും മൂപ്പർക്കുള്ള ബഹുമാനം എത്ര ഉണ്ട് കളിച്ചാൽ കിട്ടും. തലക്കാണയിലെ കിതാബ് വെട്ടിക്ക് വെച്ച് തലവെച്ച് കുറങ്ങല ഇപ്പം ചില സ്ഥലത്ത് 2-3 കിതാബ് എടുത്തിട്ട് സഹബ കിതാബ് 2 എടുത്തിട്ട് പുറക്ക്, അതിന് മസാല ഉണ്ടോ, അങ്ങനെ കോലുണ്ടെന്ന് പറയും. ഇത് ഇന്നും കിതാബല്ല, ഇതും വെറും കടലാസ്. പിന്നെ കിതാബ് എവിടെ ഉണ്ടായില്ലേ? എവിടെയാണ് നമുക്കൊരു യുദ്ധം? അല്ല മൂപ്പർ വെച്ചേ, നിങ്ങൾ ഈ ഹാലിന് ഞാൻ ഏത് പള്ളി വെച്ച് നിങ്ങളെ കൊണ്ടാക്കുന്നുണ്ട്? നോക്കാം. വാൻ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു, കണ്ടാ ആരാണ് ഇബ്നു വഹബ്? അൽ ഇമാമുൽ കബീറു അബ്ദുല്ലാഹ് ബിൻ വഹബിൽ ഫിഹിരി അൽ മിസ്രി, 125 197 വഫാത്ത്. മിൻ അകാബിർ തലാമിദത്തിൽ ഇമാമി മാലിക്, മാലിക് ഇമാമിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വലിയൊരാളാണ്. ഇമാമുൻ ജാമിഉൻ ബൈനൽ ഫിഖ്ഹി വൽ ഹദീസ്, ഫിഖ്ഹും ഹദീസും ഒരുമിച്ച് കൂട്ടിയ ഒരു ഇമാമാണ്. ആര്? ഇബ്നു വഹബ്. ഖാല, മൂപ്പർ പറഞ്ഞ്, ഖീല ലിയുഖ്തി മാലിക്കിൻ, മാലിക് ഇമാമിൻ്റെ പെങ്ങളോട് ചോദിച്ച്, മാ കാന ശുഗ്ലുഹു ഫീ ബൈതി, പൊരയിലെത്തിയ ഇക്കാക്കൊക്കെ എന്താ പണി? ഖാലത്ത്, അവർ പറഞ്ഞു, അൽ മുസ്ഹഫു വത്തിലാവ, മുസ്ഹഫ് ഉണ്ടാകും, ഓത്തും ഉണ്ടാകും. അപ്പോൾ ഖുർആൻ തന്നെ. وقال الإمام الشافعي رضي الله عنه قد جزأ الليل 3 أجزاء, രാത്രിയെ 3 ഓഹരി ചെയ്യും. الثلث الأول, 1 യക്തുബു, എഴുത്താം, കിതാബിൻ്റെ എഴുത്ത്. വസ്തുൽഹു الثاني, രണ്ടാമത്തെ സുലുസ് യുസല്ലി, നമസ്കാരമാണ്. വസ്തുൽഹു الثالث യനാം, അവസാനത്തെ സുലുസ് കുറച്ചുറങ്ങലാണ്. വകാന റളിയല്ലാഹു അൻഹു യഖ്തിമു ഫീ കുല്ലി യൗമിൻ ഖത്മതൻ, എല്ലാ ദിവസവും ഒരു ഖത്മ ഖുർആൻ ഓതാറുണ്ടായിരുന്നു.
വഫീ റമളാനിലോ യഖ്തിമു 60 ഖത്മതൻ 60 ഖത്മ ഓതും. അപ്പോൾ ഒരു ദിവസത്തിൽ 2. വകാന റളിയല്ലാഹു അൻഹു യഖൂൽ മാ കദബതു ഖത്തു, ഞാൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. വലാ ഹലഫ്തു ബില്ലാഹി, അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്യൂല. സാദിഖും വലാ കാദിബ, അത് സത്യത്തിന് വേണ്ടിയായ കദിബിനായ പൊട്ടുണ്ടാവില്ല. സത്യത്തിന് പോലും, സത്യമായ കാര്യത്തിന് പോലും അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്യൂല. കേടാ, ഇതാണ് ഇവിടെയുള്ള എല്ലാവരും, എല്ലാ പള്ളികളും അമ്പലങ്ങളാകുന്നു. പിന്നെ എല്ലാ മുസ്ലിമീങ്ങളും കാഫിര്യങ്ങളാകുന്നു. വല്ലാഹി സുമ്മ വല്ലാഹി, വല്ലാഹി സുമ്മ വല്ലാഹി. ഇത്തരത്തിലുള്ള പച്ച നുണക്ക് വേണ്ടി സുമ്മ വല്ലാഹി അല്ലാഹി എന്ത് സത്യാന്ന് ഓൻ ആരാന്ന്? സാദിക്കായ ഒരു കാര്യം പറയണമെങ്കിൽ തന്നെ ഞാൻ അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്യൂല എന്നാ മൂപ്പർ പറഞ്ഞത്. വഖാല വമാ തറകതു ഗുസ്ലൽ ജുമുഅത്തി, ജുമുഅന്റെ കുളിയെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഫീ ബർദിൻ വലാ സഫരിൻ വലാ ഗൈരി, തണുപ്പായാലും ശരി, യാത്രയിലായാലും ശരി, മറ്റൊരവസരത്തിലായാലും ശരി, ജുമുഅ കുളി ഞാൻ ഒഴിവാക്കാറില്ല. ഞാൻ ചോദിക്കും അങ്ങനെയാ? അത് തന്നെ പറഞ്ഞു മാ കദബതു ഖത്തു, ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞത് കളവാവൂലല്ല. وقال رضي الله عنهما شبعت منذ 16 سنة, 16 കൊല്ലമായി ഞാൻ വയറ് നിറയെ ഭക്ഷിക്കാറില്ല. ഇല്ല ശബഅതൻ തറഹതുഹാ മിൻ സഅതി, ഒറ്റ വട്ടമല്ലാതെ അപ്പം തന്നെ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഒഴിവാക്കി. 1 ലിഅന്ന ശിബഅ യുസ്ഖിലുൽ ബദൻ, വയറ് നിറഞ്ഞാൽ എന്താക്കും? ശരീരത്തിന് ഭാരം കൂടും. വയുഖ്സിൽ ഖൽബ, കൽബിന് കസാവത്തുണ്ടാക്കും. വയുസീലുൽ ഫിത്ന, ബുദ്ധി സാമർത്ഥ്യത്തിനെ നീക്കിക്കളയും. വജലിബുൻ നാമ, ഉറക്കിനെ ഉണ്ടാക്കി തീർക്കും. സാഹിബ് ഇബാദത്തിനെ തൊട്ട് തളർച്ചയും ഉണ്ടാക്കി തീർക്കും. അതല്ലേ അഫാത്തു ശിബഇൻ, നമ്മ അദ്കീർ ഓതിയില്ലേ? ഖാലൽ ഹുമൈദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദിമൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു വന്ന മിൻ സൻആ, യമനിലുള്ള സൻആയിൽ നിന്ന് വന്ന് ഇവിടത്തേക്ക് ഇലാ മക്ക, മക്കയിലേക്ക്. ബി10,000 ദീനാർ, 10,000 ദീനാർ കയ്യിലുണ്ടായിരുന്നു. ഫളറബ ഖിബാഅഹു ഖാരിജൻ മിൻ മക്ക, മക്കന്റെ പുറത്തൊരു തമ്പടിച്ചു. ഫകാന الناس യൗതൂന, അപ്പോൾ ജനങ്ങൾ പല സ്ഥലത്തൊന്നും വരും. ഫമാ ബരിഹ ഹത്താ അൻഫഖഹ കുല്ല, 10,000 മുഴുവനും ചെലവാക്കിയിട്ട് എല്ലാവർക്കും കോരിവാരി കൊടുത്തിട്ട് ഇങ്ങനെ തട്ടി ഒന്നുമില്ല, എല്ലാം ഖാലിയാക്കിയിട്ടാണ് മക്കയിലേക്ക് കയറിയത്. സുമ്മ ദഖല മക്ക, അത് കഴിഞ്ഞിട്ടാണ് മക്കയിലേക്ക് കയറിയത്. വലം യതഅശ തിൽക ലൈലതി ഇല്ലാ മിൻ ദൈൻ, അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് അയച്ചു കൂട്ടിയത്. 10,000 ദീനാർ എടുത്ത് വന്ന ആൾക്ക് ഒരു കാശുമില്ല, എല്ലാം ധർമ്മം ചെയ്തു. അത്ര വലിയ ധർമ്മിഷ്ഠനാണ് ആ ഇമാം ഷാഫിഈ. ഇപ്പം പറഞ്ഞ് കൊള്ളൂല, അതിനേക്കാണ് വലിയ ദേവനാന്ന് തോന്നി. يروى أنه لما أراد أن يرحل لطلب العلم ترخص من أمه, ഇൽമ് തേടാൻ വേണ്ടി, രാജ്യം വിടാൻ വേണ്ടിയിട്ട് എന്താക്കി ഉദ്ദേശിച്ചപ്പോൾ ഉമ്മാനോട് പോയിട്ട് ലീവ് ചോദിച്ചു, ഞാൻ ഒന്ന് പോകുന്നുണ്ടായിരുന്നു. വറഹല, എന്നിട്ടോ യാത്ര പോയി. സുമ്മ ആദ ഇലാ ബലദിഹി, അങ്ങനെ നാട്ടിലേക്ക് മടങ്ങി. വമഅഹു മിനൽ അംവാലി, സമ്പത്തുണ്ടായിരുന്നു. നഹവ 90,000 ദീനാർ, 90,000 ദീനാറിനോട് അടുക്കാം പൈസ ഉണ്ടായിരുന്നു. 90,000 ലക്ഷത്തിനടുക്കിയായി. ഫളറബ ലഹാ ഖൈമതൻ, അങ്ങനെ ഒരു തമ്പ് കെട്ടിയിട്ട് വനാദ, വിളിച്ചു പറയുന്നു, മൻ യുരീദു മാലൻ യഅതി, ആർക്കും പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാ. പൈസക്ക് വയ്ക്കേണ്ട ആൾ വന്നു. വഅൻഫഖ ജമീഅ മാ താബി, 90,000 ദീനാറും അങ്ങോട്ട് ചിലവാക്കി. സുമ്മ സാറ ഇലാ ബൈതി, പിന്നെ പരയിലേക്കാണ് പോയത്. ഫലമ്മ ഖറഅൽ ബാബ, വാതിൽ മുട്ടി. നാദത്തുഹു ഉമ്മുഹു, ഉമ്മ വിളിക്കുന്നുണ്ട്. മിൻ അലൽ ബൈത്ത്, മുകളിൽ നിന്ന്. ഖാലത്ത് ലഹു, മകനോട് ഉമ്മ പറയുന്നത്, റഹൽത യാ മുഹമ്മദു ലിതലബിൽ ഇൽമിനെ തേടാൻ വേണ്ടി നീ നാട് വിട്ടുപോയില്ലേ? എന്നിട്ട് മുഹമ്മദ് ഇദ്രീസ്, വൽ യൗമ സമീഅന അന്നക അതൈത ഇലൈനാ ബിദ്ദുന്യ, എനിക്ക് കേട്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ദുന്യാവുമായിട്ട് ദീനാർ സമ്പാദിച്ചിട്ട് വന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദീനാർ ഒന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറണ്ടാവും, ഒന്നെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പരുക്ക് വെച്ചില്ല എന്നോട്. അപ്പം അങ്ങനത്തെ ഉമ്മ. ഫഖാല യാ ഉമ്മ മാ സിർതു ഇല്ലാ ലിതലബിൽ ഇൽമിനെ തേടൽ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ ഞാൻ യാത്ര പോയിട്ടില്ല. വൽ മാലു ലറബതു ലഹു ഖൈമത വഅൻഫഖതുഹു ഫീ സബീലില്ലാഹ്, ആ മുതലുണ്ടല്ലോ
ഞാനെന്താക്കിയിട്ടുണ്ട്, ഒരു ഹൈമ കെട്ടിയിട്ട് ജനങ്ങളോടെല്ലാം വിളിച്ചു പറഞ്ഞു, പൈസക്ക് ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വാ, എല്ലാം തരാമെന്നിട്ട് മുഴുവൻ ചിലവാക്കിയിട്ട് ഞാൻ വന്നിട്ടുള്ളൂ. വജിഅ്തു ഇലൈകി ഫാരിഗൻ, കൈയൊഴിഞ്ഞവനായി കൊണ്ടുവന്ന മലം യസ്ഹബനി ശൈഉം മിന്നു, ആ സമ്പാദ്യത്തിൽ നിന്ന് ഒന്നും എൻ്റെ കൂടെ സ്വഹബത്ത് കെട്ടിയിട്ടില്ല. ഫഖാലത്, ഉമ്മ പറയുന്നു, ലൗ ജിഅത ബിശൈഇൻ മിൻഹു, എന്തെങ്കിലും ബാക്കി കൊണ്ടാ വന്നെങ്കിൽ മാ ഫതഹ്തു ലകൽ ബാബ്, വാതിൽ തുറന്നിരൂല എന്നാ പറഞ്ഞു. അങ്ങനത്തെ ഉമ്മയില്ലേ. എന്നിട്ടോ സുമ്മ സഅലഹാനിൽ അശാഇ, രാത്രി കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉമ്മാനോട് ചോദിക്കുന്നു. കാലത്ത് മാ ഇൻദി ശൈഉൻ, ഒന്നും ഇടാക്കിയിട്ടില്ല ഉമ്മ. കാല ഈതൂനാ ലനാ ബിൽ അശാഇ ദൈനൻ അലൈനാ, എന്നാ പിന്നെ കടം വാങ്ങിയിട്ട് എന്തെങ്കിലും രാത്രി. വലം യതാശ തിൽക്കൽ ലൈല ഇല്ലാ മിൻ ദൈൻ, അന്നത്തെ രാത്രി കടം വാങ്ങിയ ഭക്ഷണമാണ് കഴിച്ചത്. റളിയല്ലാഹു അൻഹു വഅൻഹാ വനഫഅനാ ബിഹി ആമീൻ ബിഹിമാ. എവിടത്തില് ഇത്ര പറഞ്ഞാലും നമുക്ക് പിടിച്ചപ്പോഴുണ്ടാവില്ല, അതാണ് നമ്മൾ കേൾക്കേണ്ടത്. وكان الإمام أحمد بن حنبل رضي الله عنه يصلي في كل يوم وليلة 300 ركعة, രാപ്പകലിലായി കൊണ്ട് 300 റക്അത്ത് നമസ്കരിക്കും. ആര്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ഓരോ ഇമാമിങ്ങളെ ചരിത്രം എടുത്ത് പറയുന്നു. വകാന യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി 7 അയ്യാമിൻ ഖത്മതൻ, ഒരാഴ്ച കൊണ്ട് ഒരു ഖത്ം ഓതി തീർക്കും. വഫീ കുല്ലി 7 ലയാലിൻ ഖത്മതൻ, അങ്ങനെ 7 രാത്രിയിൽ ഒരു ഖത്ം. വകാന കസീറൽ ഖിയാമി, ധാരാളം നമസ്കരിക്കുന്നവരായിരുന്നു. യനാമു നൗമതൻ ഖഫീഫതൻ ബഅദൽ ഇശാക്ക്, ശേഷം ചെറിയൊരു ഉറക്കം ഉറങ്ങും. സുമ്മ യഖൂം, പിന്നെ എണീക്കും. ഇല സബാഹ്, രാവിലാകുന്നത് വരെ യുസല്ലി വയദു, നിസ്കരിക്കലും ദ്വാരക്കലും തന്നെ വേണം. ഇതാണ് നമ്മൾ ആമിയത്ത്. എന്നിട്ട് അവരെ വിട്ടിട്ട് ഇവനെ തക്ലീദാക്കണമെന്ന് പറഞ്ഞാൽ നമുക്കോട് സേവിക്കാൻ തയ്യാറില്ല. എന്നാൽ അവരെക്കാൾ യോഗ്യത ഉണ്ടെന്ന് പറയട്ടെ. ഒന്നാമത്തെ യോഗ്യത, നരയാണെങ്കിൽ താഴെ തുണി കൊടുക്കുമോ, 3 പൊക്കം അറിയൂല, മറ്റൊന്നോ ക്ലീൻ ഷേവ് ഉണ്ടാകും. ഇതൊക്കെയാണ് ഇവർക്കുള്ള പോലീശ. വകാന റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇദാ ജാഅ വിശന്നുമ്പോൾ അഖദ കിസ്റത്തൻ ജാബിസ, ഉണങ്ങിയ ഒരു റൊട്ടി കഷ്ണം എടുക്കും. ഫനഫദഹ മിനൽ ഗുബാർ, നമ്മളെ പൊടി അങ്ങ് തട്ടിക്കളിക്കും. തട്ടിയിട്ടോ സുമ്മ സബ്ബ അലൈഹിൽ മാ, അതിനോട് വെള്ളം ഒടിക്കും. ഹത്താ തബത്തല്ല, അത് പൊതിരാൻ പറ്റും, ഉണങ്ങിയ റൊട്ടിയല്ലേ. വയകുലുഹാ ബിൽമി, ഉപ്പും കൂട്ടിയിട്ട് തിന്നും. വകാന അക്സറു ഇദാമിഹിൽ ഖല്ല്, മൂപ്പർ അധികവും സുർക്കയാണ് കൂട്ടാറുള്ളത്. വേറെ കറി ഉണ്ടാക്കലും അതും ഇതും കൊച്ചിയും കെച്ചിയും ഇതെല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ല. ഖാലൽ ഫളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുബിസൽ ഇമാമു അഹ്മദു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹബസിലാക്കപ്പെട്ടു. 18 ശഹറ, 18 മാസം. എന്തിനാന്ന് തെറ്റ് ചെയ്തിട്ടല്ല, ഇവർ ആശയം മൂപ്പർ പ്രചരിപ്പിക്കണം. എന്നിട്ട് രാജാവിനെ പ്രേരിപ്പിച്ച് അഹമ്മദ് ഇമാമിനെന്താക്കണം, ഓറ് പറഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കും. ഈ പുത്തനാശയം മൂപ്പർ പറഞ്ഞ് തയ്യാറല്ല, എന്നാൽ പിന്നെ അറസ്റ്റ് ചെയ്തു. 18 മാസം. വക്കാന ഫിഹാ യുളറബു കുല്ല ഖലീലിൻ, പിന്നെ ബിസ്യാത്തി ഇലാ യുഗ്മ അലൈഹി, എന്താക്കുന്നറിയോ, മൂപ്പർ അടി കിട്ടിയിട്ട് ബോധക്ഷയം വരുന്നത് വരെ ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെടും. വൈൻഹസബിസൈഫ്, മാള് കൊണ്ടിങ്ങനെ കുത്തും, ശിക്ഷ. സുമ്മ യുർമാലല്ലർദ്, പിന്നെ ഭൂമിയിലേക്ക് തള്ളിയിടും. വൈദാസു അല്ലെങ്കിൽ നമ്മൾ കയറി ചവിട്ടും. ജയില് ശിക്ഷയാണ് ഈ കാണിക്കുന്നത്. വലം യസൽ കദാലിക ഇലാ മൻ മാത അൽ മുഅ്തസിം, മുഅ്തസിം എന്നത് രാജാവിൻ്റെ പേരാണ്. അൽ മുഅ്തസിം ബില്ലാഹിൽ അബ്ബാസി, കണ്ടാ, അൽ മുഅ്തസിം ബില്ലാഹി മുഹമ്മദ് ബിൻ ഹാറൂൺ റഷീദ്, അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഭരണകർത്താവിൻ്റെ പേര് ഹാറൂൺ റഷീദിൻ്റെ മോന്. അഹദു ഉലമായി ഖുലഫായി ദൗലത്തുൽ അബ്ബാസിയ ഫാത്തിഹ അമ്മൂരിയ ബിൻ ബിലാദി റൂം, കാന മഅ ഖുവ്വത്തി സായിദി വസലാബത്തി ബദനിഹി ലയ്യിനൽ അരീഖത്തി സഹലുൽ ഖുലുഖ് ഇത്തസഅത്ത് വറകഅത്തുൽ ഖിലാഫത്തി ഫീ സമനി ജിദ്ദൻ. ഏതായാലും അന്നത്തെ ഭരണകർത്താവ് മരിക്കുന്നത് വരെ വതവല്ല ബഅദഹുൽ വാസിഖ്, അതിനുശേഷം വാസിഖ് എന്ന ഹാറൂൻ ബിൻ മുഹമ്മദായി, ഇദ്ദേഹത്തിൻ്റെ മകൻ. ഒന്ന് ഹാറൂൺ റഷീദ്, പിന്നെ മകൻ മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ വീണ്ടും ഹാറൂൻ, പേരക്കുട്ടിയായില്ലേ. അദ്ദേഹം എത്തിയപ്പോൾ ഫസ്റ്റദ്ദൽ അംറു അലാ അഹമ്മദ്, അഹമ്മദ് ഇമാമിൻ്റെ പേര് കാര്യം കടുപ്പമായി.
ഫഅഖാമ മുഖ്തഫിയൻ, പിന്നെ മൂപ്പർ ഒളിച്ച്, ലാ യഖ്റുജു ഇലാ സ്വലാത്തിൻ വലാ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോലും കഴിയാത്ത രീതിയിലായി. ഹത്താ മാതൽ വാസിഖ് മരിച്ച്, വലിയൽ മുത്തവക്കിൽ, മുത്തവക്കിലാണ് പിന്നെ അധികാരം ഏറ്റെടുത്തത്. അപ്പം അഹമ്മദ് ഇമാമിനെ തൊട്ടെന്താക്കുക, പരീക്ഷണം കുറച്ച് നീങ്ങിപ്പോയി. വഅമറ ബിഹ്ലാരിഹി വൈക്റാമിഹി, മൂപ്പർ ഹാജരാക്കാനും ആദരിക്കാനും കൽപ്പിച്ചു. അത്ര മാത്രം. എന്താണ്? വഖാല ഹിലാൽ ഇബ്നുൽ മുഅല്ല പറയുന്നു, അർബഅത്തുൽ ലഹുൽ മിന്നത്തു അലൽ ഇസ്ലാം, 4 നേതാക്കന്മാരുണ്ട് ഇസ്ലാമിൻ്റെ മേൽ ഇവർക്ക് മിന്നത്താണ്. എന്താണ്? ഒക്കട്ടത്തിൽ മിന്നും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. എന്താണ്? ഹൈതു സബത ഫിൽ മിഹ്ന, ഇത്രമാത്രം പരീക്ഷണത്തിന് വിധേയരായി ഉറച്ചിരുന്നില്ല ധീരതയോടുകൂടി. വലം യകുൽ ബി ഖൽഖിൽ ഖുർആൻ, ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാൻ തയ്യാറായില്ല. ഇതാണ് പ്രശ്നം. റബിയ അൻ അബാ ജാഫർ അൽ മൻസൂർ അൽ അബ്ബാസി, ആരാണ് അൽ മൻസൂർ അൽ അബ്ബാസി? അബ്ദുല്ലാഹ് ബിനു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു സയ്യിദന അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്. അതാ അങ്ങോട്ട് പേരെ കുട്ടിയെ ആരെ? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്, എല്ലാവർക്കും അറിയാലോ. മകൻ അലി, അലിൻ്റെ മകൻ മുഹമ്മദ്, അവരുടെ മകൻ അബ്ദുല്ലാഹി. 95-ലാണ്. സാനി ഖുലഫായി ബനിൽ അബ്ബാസ്, സഫാഹിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലശേഷം 2ാമത്തെ ഖലീഫ. വവാലിദുൽ ഖുലഫായിൽ അബ്ബാസികളെ എല്ലാവരെയും വലിയ ഉപ്പയാണ്. വകാന അഫ്ഹലഹും ശജാഅത്തൻ വഅസ്മൻ, മനക്കരുത്തിനാലും ധീരതയാലും വലിയ ഒരു ആള് തന്നെയായിരുന്നു. ഇല്ല അന്നഹു ഖതല ഖൽഖൻ കസീറൻ ഹത്ത ഇസ്തഖാമ മുൽക്കുഹു, മൂപ്പർ ധാരാളം കൊന്നിട്ടുണ്ട്. വഹു അവ്വലു മൻ വനിയ ബിൽ ഉലൂമി മിൻ മുലൂക്കിൽ അറബ്, അറബി രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇൽമു കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച ആളായിരുന്നു. വകാന ആരിഫൻ ബിൽ ഫിഖ്ഹി വൽ അദബി വൽ ഫൽസഫത്തി വൽ ഫലക്കി മുഹിബ്ബൻ ലിൽ ഉലമാ. ഇസ്തദഅ അബ്ദുല്ലാഹ് ബിൻ താഊസിനെ ഹാജരാക്കി. അബ്ദുല്ലാഹ് ബിൻ താഊസ് ആരാണത്? അബൂ മുഹമ്മദ് അബ്ദുല്ല ഇബ്നുൽ ഇമാമിൽ ഫഖീഹ് താഊസുൽ യമാനി. വഫാത്ത് 132-ലാണ്. അൽ ഇമാമുൽ മുഹദ്ദിസു സിഖ, ഹദീസിൻ്റെ നേതാവാണ്. ഖാല മഅമർ പറയുന്നു, കാന മിൻ അഅലമിൻ നാസി ബിൽ അറബിയ്യ, അറബി ഭാഷ കൊണ്ട് ഏറ്റവും പണ്ഡിതമുള്ളവരായിരുന്നു. വഹസനിഹിം ഖുലുഖൻ, സ്വഭാവത്തിനാൽ ഏറ്റവും മെച്ചപ്പെട്ടവരാണ്. മാ റഅയ്ന അബ്ന ഫഖീഹി മിസ്ല, കണ്ടാ ഒരു ഫഖീഹിനെയും അതുപോലെ കണ്ടിട്ടില്ല. അത്ര വലിയ ആളെന്നാര്? താവൂസ്, അബ്ദുല്ലാഹ് ബിൻ താവൂസ്. മാലിക് ബിൻ അനസിനെയും വരുത്തിച്ചു നമ്മൾ ഇമാമുല്ലാഹ്. ഫലമ്മാ ദഖല അലൈഹി അത്രക സാഅതൻ, അങ്ങനെ രണ്ട് നേതാക്കന്മാർ വന്നല്ലോ. ബറി വന്നപ്പോൾ അല്പസമയം ഇങ്ങനെ തലതാത്തിരുന്ന്. സുമ്മൽ തഫത ഇല ബിൻ താവൂസ്, അബ്ദുല്ലാഹ് ബിൻ താവൂസിനെ കൊള്ള നോക്കിയിട്ട് ഫഖാല ലഹു ഹദ്ദിസ്നി അൻ അബീക, നിങ്ങളെ പിതാക്കന്മാരുടെ പക്കൽ നിന്ന് കിട്ടിയ ഒരു ഹദീസ് എനിക്ക് പറയണം എന്ന് പറഞ്ഞു. ഫഖാല, മൂപ്പർ പറഞ്ഞു, ഹദ്ദസനി അബീ, എൻ്റെ ബാപ്പ എനിക്ക് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ അദാബിന് വിധേയമാകുന്ന ആള് റജുലുൻ അശറകഹുല്ലാഹു ഫീ സുൽത്താനിഹി, അള്ളാന്റെ അധികാരത്തിൽ ഒരാളെ ശരീക്കാക്കിയെന്ന് പറഞ്ഞാൽ ഭൗതികമായ അധികാരം അള്ള കൊടുത്തു. അള്ളാഹൊക്കെ ശരിക്കുണ്ടാവില്ല. മുഴുവൻ്റെ അധികാരത്തിൻ്റെ ആ മേളയാണ് അള്ളാഹു തആല എന്താക്കും, എൻ്റെ അടിമകളിൽപ്പെട്ട ഒരാളെ അധികാരിയാക്കി. ഫാദഖല അലൈഹിൽ ജൗറ ഫീ ഹുക്മിഹി, അദ്ദേഹത്തിൻ്റെ വിധികളിൽ അക്രമങ്ങൾ, അനീതി മുതലായവ കടത്തിക്കുട്ടി. അക്രമം, ഞാൻ ഭരണാധികാരി. ഫാംസക, അതിന് അബൂ ജാഫർ എന്താക്കി, പിന്നെ ഒന്നും പറഞ്ഞു അവിടെ നിർത്തി, സംസാരം നിർത്തി. ഖാല മാലിക് റളിയല്ലാഹു അൻഹു ഫശമ്മറതു സിയാബി, ഞാൻ എൻ്റെ വസ്ത്രം കയറ്റി ഖൗഫൻ അൻ യുസീബനി ലമുഹു, ഇവർ ഇപ്പം കൊല്ലുമ്പോൾ മേത്ത് ചോര തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താക്കി, വസ്ത്രം ഇങ്ങനെ മാറ്റിയിരുന്നു. കൂടെ മാലിക്കുമാമല്ലുള്ളത്, രാജാവ് കൊല്ലും, കാരണം ഇദ്ദേഹത്തിന് കുത്തു കിട്ടിയില്ലേ. സുമ്മ ഖാല ലഹും, മൻസൂർ പറഞ്ഞു, നാവലിനെ തിൽക്കന്തവ, ആ മഷിക്കുപ്പിയും കൊണ്ടാന്ന്. സദാസമറാത്തിൻ, 3 വട്ടം പറഞ്ഞു. ഫലം യഫ്അൽ, മൂപ്പർ ചെയ്തില്ല. ഫഖാല ലിമ ലാ തുനാവിലുനി, നീ എന്താ മഷിക്കുപ്പി എനിക്ക് തരാത്തത്?
ഫഖാല അഖാഫു അൻ തക്തുബ ബിഹാ മാസിയത്തൻ, അതുപയോഗിച്ച് എന്തെങ്കിലും മാസിയത്ത് എഴുതിക്കളയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അത് എഴുതാൻ എന്താ എൻ്റെ മഷിക്കുറ്റി കാരണമായില്ലേ. ഫാക്കൂനക ഷാറക്തുക ബിഹാ, ആ മാസിയത്തിന് ഞാൻ കൂറുകാരനാവൂലേ. ഫലമ്മാ സമിഅ ദാലിക, അത് കേട്ടപ്പോൾ ഖാവല ഉമാ അന്നി, രണ്ടാടൊന്ന് പോയിക്കൊന്നു. ആരെ വിട്ട്? മാലിക് ഇമാമിനെയും വിട്ട് താവൂസിനെയും വിട്ട്. ഖാല ദാലിക മാ കുന്നാ നബഗി, അത് ഇതിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന്. അപ്പം അത് മൂപ്പറെന്താക്കി? വിട്ടുകൊടുത്തില്ല. ഖാല മാലിക് റളിയല്ലാഹു അൻഹു ഫമാ സിൽതു അരിഫു ലിബ്നി താഊസ് ഫദ്ലഹു മിൻ ദാലിക്കൽ യൗം, അന്നത്തെ ദിവസം മുതലാണ് അബ്ദുല്ലാഹ് ഇബ്നു താഊസിന്റെ ഫദ്ൽ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇത്ര വലിയ ധീരനും ഇത്ര വലിയ നീതിമാനും മുത്തഖിയുമാണെന്ന് അന്നാ എനിക്ക് തിരിഞ്ഞത്. ഇതേടെ പറഞ്ഞതാ മിർആത്തുൽ ജിനാൻ ലിൽ ജാഫിഈ, ഇമാം ജാഫിഈ തങ്ങളുടെ മിർആത്തുൽ ജിനാൻ കിതാബിന്റെ പേരാണ്. വദഖല അബൂ ഹാസിമിൽ മദനി റഹിമഹുല്ലാ അലാ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. ഇപ്പൊ ചുരുക്കത്തിൽ രാജാക്കന്മാരെ കൂട്ടാക്കുന്ന പ്രശ്നേ ഇല്ല, അവർ എന്ത് ശിക്ഷ കൽപ്പിച്ചാലും വിട്ടുവീഴ്ചയില്ല. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനടുത്ത് ഫീ അയ്യാമി ഖിലാഫത്തി, അദ്ദേഹത്തിന്റെ ഭരണകാലം. ഫഖാല ലഹു, സുലൈമാൻ പറഞ്ഞു, യാ അബാ ഹാസിമേ മാലനാ നക്റഹുൽ മൗത, നമുക്കെന്താണ് മരണത്തിനോടൊരു വെറുപ്പ്? രാജാവ് ചോദിക്കുന്നു. ഖാല ലിഅന്നകും അമർതുമുദ് ദുനിയാ വഅഖറബതുമുൽ ആഖിറ, നിങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? ദുനിയാവ് നല്ല ഇമാറത്താക്കി പരലോകം നിങ്ങൾ ഖറാബാക്കിയിട്ടുണ്ട്. അപ്പം പരലോകത്ത് പോകാൻ പേടിയാവും, ദുനിയാവിനെ വിടാനും മടിയാകും, അതല്ലേ? ഫഅൻതും തക്റഹുനൽ ഖുറൂജ മിനൽ ഇമാറത്തി ഇലൽ ഖറാബി, ഇമാറത്താക്കിയ നാട്ടിൽ നിന്ന് ഖറാബായ നാട്ടിലേക്ക് പരലോകത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് വെറുക്കുമല്ലോ. ഫഖാല, സുലൈമാൻ പറഞ്ഞു, യാ അബാ ഹാസിമേ കൈഫൽ ഖുദൂമു അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ എങ്ങനെയാണ് പോകല്? ഖാല, അപ്പം പറഞ്ഞു, അമ്മൽ മുഹസ്സിനു, ഒരു മുഹസ്സിനായ മനുഷ്യനാണെങ്കിൽ, നന്മ ചെയ്ത ആള്, ഫക്കൽ ഗായിബി യഖ്ദുമു അലാ അഹ്ലിഹി, നാട്ടിൽ നിന്ന് യാത്ര പോയിട്ട് കുറേ കാലം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന് സന്തോഷം, കുടുംബക്കാർക്ക് സന്തോഷം, ഈ കോലത്തിലായിരിക്കും. വഅമ്മൽ മുസീഉ, എന്ന കുറ്റവാളിയായ മനുഷ്യനാണെങ്കിൽ, ഫക്കൽ അബ്ദിൽ ആബിഖി, ഒളിച്ചോടിപ്പോയ ഒരു കുറ്റം കെട്ട അടിമയുണ്ട്, അയാൾ യഖ്ദുമു അലാ സയ്യിദിഹി, സയ്യിദിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം ഇയാൾ പിടികൂടൂലേ? ഫഖാല, സുലൈമാൻ പറഞ്ഞു, യാ ലൈത ശഅരി മാലനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഖാല അബൂ ഹാസിം പറഞ്ഞു, ഇലദ് നഫ്സക അലാ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബുമായി നിങ്ങളെ ജീവിതം ഒത്തുനോക്കേ. അല്ലാഹുവിന്റെ കലാമിൽ ഏതോ ഒരു ഇനത്തിൽപ്പെട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഖാല, സുലൈമാൻ പറഞ്ഞു, വഅനാജിദു നഫ്സി മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ എവിടെയാണ് എൻ്റെ തടിയുള്ളത് എന്ന് ഇങ്ങനെ കിട്ടും. ഖാല ഇൻദ ഖൗലിഹി തആല ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, നിങ്ങൾ അബ്റാറിൽ പെട്ടവരാണെങ്കിൽ നഈമിലാണെന്നും ഫുജ്ജാറിൽപ്പെട്ടാണ് ജഹീമിലാണെന്നും കിട്ടൂലേ? രണ്ടല്ലേ? ഫഖാല സുലൈമാൻ വഅന റഹ്മത്തുല്ലാഹി അല്ലതി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും വിശാലമാക്കി എന്ന് പറഞ്ഞ ഒരു റഹ്മത്തില്ലേ അല്ലാഹ്ക്ക്, അതവിടെ പോയി. ഫഖാല ഖരീബൻ മിനൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്ന ആൾക്കെല്ലാം ഉണ്ടാകുന്നത്. ഇൻതഹ. ദക്കറഹുൽ ഇമാമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ചരിത്രം പറഞ്ഞ ഫീ മുക്കാത്തബാത്തി, ഒരു കിതാബാണ്. ഓരോ നേതാക്കന്മാർ സംഭവങ്ങളും ഒരു 5 മിനിറ്റ് കൊണ്ട് പിടിച്ചും വാഹിദാക്കാം. മടിച്ചു പോയാ? എനിക്ക് മടിയില്ലല്ലോ. വക്കാനുൽ ഇമാം അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു, അറിയാല ശർഹുൽ മുഹദ്ദബിന്റെ മത്നില്ല മുഹദ്ദബ്, ആ മുഹദ്ദബിന്റെ മുസന്നിഫ്, യൗമൻ യംശി, മൂപ്പർ നടന്നു പോവുകയാണ്. അബൂ ഇസ്ഹാഖ് സിറാസി ഒരു ചരിത്രം മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ലിയന്നഹു ലം യസ്ബഖ് ലഹു ദിക്റു അബൂ ഇസ്ഹാഖ് സിറാസി. ഇനി നടക്കുന്നു. വബഅദു അസ്ഹാബിഹി മഅഹു, കൂടെ കുറച്ച് അസ്ഹാബിമാരും ഉണ്ട്. ഫഅറദ ലഹു കൽബുൻ, നായ മുമ്പിലേക്ക് വന്നു. ഫഹസറഹു സാഹിബുഹു, അദ്ദേഹത്തിന്റെ സാഹിബ് എന്താക്കി? അതിനെ മാറ്റി. ഫനഹാഹു, ഷെയ്ഖ് പറഞ്ഞ് മാറ്റാൻ പറ്റൂല, നായ പോകുന്ന വഴിക്ക് നായ പോയിക്കോട്ടെ. വഖാല, എന്നിട്ട് പറഞ്ഞു, അമാലിം അന്ന തരീഖ
ബൈനി വബൈനഹു മുഷ്തറക്കുൻ, നായക്കും നടക്കണം എനിക്കും നടക്കണം, വഴി മുഷ്തറക്കാണ്. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി നായനെ വഴിമാറ്റാൻ പറ്റില്ലെന്ന്. എന്താ അവസ്ഥ? വദഖല യൗമൻ മസ്ജിദൻ, ഒരു ദിവസം പള്ളിയിൽ കയറി, യഅ്കുല ഫീഹി ശൈഅൻ അലാ ആദത്തിഹി, അതനുസരിച്ച് ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ. ഫനസിയ ദീനാറൻ, ഒരു ദീനാറ് മറന്നുപോയി. ഫദക്കറഹു ഫി തരീഖ്, വഴിയിൽ വെച്ച് ഓർമ്മ വന്നു. ഫറജഅ, മടങ്ങി. ഫവജദഹു, അതവിടെ തന്നെ ഉണ്ട്. ഫതറക്കഹു വലം യമസ്സഹു, മുമ്പ് ഉപേക്ഷിച്ച് തൊടുക പോലും ചെയ്തില്ല. വക്കാല റുബമാ വഖഅ മിൻ ഗൈരി, അപ്പം പറഞ്ഞ എന്താണ്, അത് എൻ്റെ ദീനാറായിക്കൊള്ളണമെന്നില്ല, പള്ളി നിസ്കരിക്കാൻ വന്ന ആളെന്തെങ്കിലും ആവാലോ എന്ന്. ആ സൂക്ഷ്മത അവൻ പഠിച്ച ജാഹിൽ വരെ അതൊക്കെ വിശ്വാസം. അങ്ങനെ തക്കം പറഞ്ഞ അതല്ല വിശ്വാസം. മൂപ്പറ പൈസ തന്നെയാണ് ഉള്ളത്. അപ്പം നിസ്കരിക്കാൻ വന്ന ആരെങ്കിലും പൈസ ആവാമല്ലോ എന്ന ഹെത്തിമാല് വെച്ചിട്ട് മൂപ്പർ എടുത്തില്ല. വലായക്കോനൻ ദീനാറ്, എൻ്റെ ദീനാറായിക്കൊള്ളണമെന്നില്ലല്ലോ എന്നൊരു ഹെത്തിമാലാത്തത്. വകാന റളിയല്ലാഹു അൻഹു അലാ ഗായത്തിൻ മിന തഖല്ലുലി മിന ദുനിയാ, ദുന്യാവിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരിൽ ഏറ്റവും ഉന്നതരായിരുന്നു ആര്? അബൂ ഇസ്ഹാഖ്. കാന ഖൂതുഹു ഖുർസൻ ജാബിസൻ, മൂപ്പറ ഭക്ഷണം എന്തായിരുന്നു? ഉണങ്ങിയ റൊട്ടി. ഇദാ ഫറഗ മിൻ ദർസിഹി, ദർസിൽ നിന്ന് വിരമിച്ചാൽ, യമുറു അലൽ ഫവ്വാലി വയസ്ബഗു ഖുബ്സഹു ബിമാഇൽ ഫൂലി, ഈ ഫൂല് വിൽക്കുന്നുണ്ട് പച്ചക്കറി ഫൂല്, അതവിടെ പോയിട്ട് ഖുബ്സിന് എന്താക്കുന്നത്, ഈ ഫൂലിൻ്റെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തേക്കും ഈ റൊട്ടി. ഫത്തഫഖ യൗമൻ, ഒരു ദിവസം, അന്നഹു ലം യജിദിൽ ഫവ്വാല, ഈ ഫവ്വാലിനെ കിട്ടിയില്ല. ഫാത്തായില ലില്ലിൻ, അങ്ങനെ ഒരു തണലത്ത് പോയി ഇരുന്നിട്ട്, വകസറൽ ഖുബ്സ, ഖുബ്സിനെ പൊട്ടിച്ച്, വസബ്ബ ഫൗഖഹു മാഅൻ, അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് വാക്കല അത് ഭക്ഷിച്ചു. വഅൻശദ ഹാദൈനിൽ ബൈതൈനി, താഴെ പറയുന്ന രണ്ട് ബൈത്ത്, ഖുബ്സും വമാഉം വളിൽ ഹാദൻ നഈമുൽ അജൽ ജഹത്തു നിഅമത റബ്ബി ഇൻ ഖുൽതു ഇന്നി മുഖിൽ എന്നാ പറഞ്ഞത്. എനിക്ക് 3 നിഅമത്ത് കിട്ടിയിട്ടുണ്ട്. ഇതല്ലോ, 1 ഖുബ്സ് ഉണങ്ങിയ റൊട്ടി, 2 നനക്കാനുള്ള വെള്ളം, 3 തണൽത്തിരിക്കാനുള്ള നെല്ല്. ഈ 3 നിഅമത്ത് ഹാദൻ നഈമുൽ അജൽ, ഏറ്റവും മഹത്തായ നിഅമത്താകുന്നു ഇത്. എന്നിട്ട് ഇതിലെനിക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ തള്ളിപ്പറഞ്ഞാനായി മൗവും. അതാ ഇൻകുൽതു ഇന്നി മുഖില്ലൻ, എനിക്ക് നിഅമത്ത് കുറഞ്ഞവനാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ, ജഹത്തു നിഅമത്ത് റബ്ബി, റബ്ബിന്റെ നിഅമത്ത് ഞാൻ തള്ളിപ്പറഞ്ഞവനായി മാറും. ആകെ കിട്ടിയെന്തെന്ന്? ഉണങ്ങിയ റൊട്ടി കഷ്ണവും നനക്കാനുള്ള വെള്ളവും ഇരിക്കാനുള്ള തടലും കിട്ടിയിട്ടുണ്ട്. വഫീ മജ്മൂഇ കലാമിൽ ഹബീബി അലി ഇബ്നു മുഹമ്മദിൽ ഹബശി റളിയല്ലാഹു അൻഹു, മജ്മൂഉൽ കലാമിൽ അന്ന ശൈഖൽ ഖാദിയ മുഹിബ്ബത്ത് തബിദി, ഖാദി മുഹിബ്ബുദ്ദീൻ തബിദി റളിയല്ലാഹു അൻഹു അസ്തഹീഹു അന്ന ഹാദിഹിൽ ഹികായത മറവിയത്തുൻ ഫീ ഹഖൽ ഇമാം അബൂ തയ്യിബിൽ തബിദിയുടെ ഖിസ്സയാണ് താഴെ പറയുന്നതെന്ന് പറയും. പേര് മാറിപ്പോയതാ. ഇവിടെ മുഹിബ്ബുദ്ദീൻ തബിദി അല്ലേ, അതുകൊണ്ടത് അബൂ തയ്യിബ് തബിദി എന്നാണ് വേണ്ടത്. അഹദ് കിബാർ അയിമ്മത്തിൽ മദ്ഹബിൽ ഇറാഖിയീൻ, ഇറാഖികളായ ഇമാമിങ്ങളിൽ കിബാറിൽപ്പെട്ടവരാണ്. വലൈസത് ഫി ഹഖിൽ മുഹിബ്ബത്ത് തബിദി 615 690 അപ്പൊ കിസ്സക്ക് പേരിൽ മാറ്റം വന്നു എന്ന് വെറു പറയുന്നു. തഅമ്മറ 102 102 വയസ്സ് ജീവിച്ചിരുന്നു. കണ്ടാ, വലം തതഗയ്യറ ലഹു ജാരിഹത്തുൻ മിൻ ജവാരിഹിഹി, മൂപ്പർ അംഗങ്ങളിൽ നിന്ന് ഒന്നിനും മാറ്റം വന്നിട്ട് 102 വയസ്സായിട്ടും നല്ല ചുറുചുറുക്കും ആഫിയത്തും എല്ലാം ഉണ്ടായിരുന്നു. ലാ യദും വലാ റിജ്ലും വലാ സമഉം വബസർ, കേൾവിക്ക് കുറവില്ല, കാഴ്ചക്ക് കുറവില്ല, കയ്യും കാലിന് ശക്തി കുറവില്ല, എല്ലാം പെർഫെക്റ്റ്. വക്കാന യുദരിസു, മൂപ്പർ ദർസ് നടത്തും, വയുഫ്തി ഫത്വഹും കൊടുക്കുമ്പോൾ 102 വയസ്സിലും. ഫഖാല ബഅദു തലാമിദതിഹി, അപ്പൊ ശിഷ്യന്മാർ ചോദിച്ച്, കൈഫ മത്തഅകല്ലാഹു യാ സയ്യിദി ബിജവാരിഹിക കുല്ലിഹി ലാ ഹാദൽ അംർ, 102 വയസ്സ് വരെ നിങ്ങളെ മുഴുവൻ അംഗങ്ങളെയും അല്ലാഹു തആല സുഖിപ്പിച്ചില്ലേ, എന്താ അതിന്റെ കാരണം? ഫഖാൽ, മൂപ്പർ പറഞ്ഞു, കൈഫ ലാ യുമത്തുനി ബിഹാ, അല്ലാഹു തആല സുഖിപ്പിക്കാതിരിക്കുമോ? വഅന മാ സൈതു ബിഹാ ഖത്തു, ഒരൊറ്റ അംഗം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മഅസിയത്ത് ചെയ്തിട്ടില്ല.
എന്താ അവസ്ഥ അല്ലേ? റളിയല്ലാഹു അൻഹു വറളാഹു അൻഹു. വഫീഹി അയ്ളൻ, വീണ്ടും ലമ്മാ മാത ശൈഖു അഹ്മദുർ റംലി റളിയല്ലാഹു അൻഹു വഫാത്തായി. കണ്ടോ? അൽ ഇമാമുൽ ഫഖീഹു അൽ വലിയ്യു സാലിഹു ശിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹംസത്ത് റംലി ശാഫിഈ 957. നമ്മൾ മസ്ഊദ റംലി ഇമാം. അൻ മുഅല്ലഫാത്തിഹി മിൻ അൽ ഫതാവ ഫത്ഹുൽ ജവാദ് ബിശർഹി മൻദൂമത്ത് ഇബ്നുൽ ലിമാദ്. അങ്ങനെ ഒരുപാട് കിതാബുണ്ട്. റംലി ഇമാം വഫാത്തായി. ഖാമ വലദുഹു മുഹമ്മദുർ റംലി, എന്താക്കി? മൂപ്പർ എണീച്ചു. മുഹമ്മദുർ റംലിയാണ് ഇത് അൽ ഇമാമുൽ ഫഖീഹുൽ കബീർ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അഹ്മദ് റംലി. 919. ഫഖീഹു ദിയാറുൽ മിസ്രി ഫി അസ്രിഹി വ മർജിഉഹ ഫിൽ ഫത്വ, ഫത്വന്റെ കേന്ദ്രമായിരുന്നു. യുഖാലു ഷാഫിഈ ഉസ്തഗയർ, ചെറിയ ഷാഫി ഇമാം എന്ന് പറയും ആളെ പറ്റി, റംലി ഇമാമിനെ പറ്റി. മൗലിദു വഫാത്തു ബിൽ ഖാഹിറ, അതാണ് നിഹായത്തിന്റെ മുസന്നിഫ്. മിൻഹാജിന്റെ ശറഹില്ലേ നിഹായ, അതാണ് വലുത്. വനാദാ ഫിന്നാസ്, അങ്ങനെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. വഖാല ഇശ്ഹദു അന്ന വാലിദി ഹാദാ മാത, എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. നമ്മളെ തൊഹഫന്റെ മുസന്നിഫിൻ്റെ ഉപ്പയെന്ന്, തൊഹഫല്ല നിഹായൻ്റെ ഉപ്പ മരിച്ച്. വഖദ് സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഉപ്പാന്റെ നാവിനെ തൊട്ടും കയ്യിനെ തൊട്ടും. ആർക്കും ഉപ്പാന്റെ നാവിൽ കൂടിയോ കയ്യിൽ കൂടിയോ എന്തായിട്ടില്ല, ഒരു ഇടങ്ങേറും വന്നിട്ടില്ലാത്ത രീതിയിൽ ഉപ്പ മരണപ്പെട്ടിരിക്കുന്നു സുരക്ഷിതമായി. ഉപ്പാന്റെ ജീവിതമാണ് മകൻ വിളിച്ചു പറഞ്ഞത്. വഖാല ശൈഖുൽ ഇമാം അശ്ശഹറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാഹിബത്തു ശൈഖ് മുഹമ്മദ് അൽ ഖതീബ് അശ്ശർബീനി റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ സുഹബത്ത് കിട്ടിയിട്ടുണ്ട്. ഖതീബ് ശർബീനി നമ്മളെ മുഗനി, മിൻഹാജിന്റെ ശാരിഹ്, മുഅല്ലിഫ് അൽ മുഗനി. അത് തന്നെയാണ് ഇതിൻ്റെ ബുജൈലിമില്ലേ റഹ്മത്തുൽ അബി, അതിൻ്റെ ഇഖ്റാഇ ശാരിഹ്. 40 സന, 40 കൊല്ലം ഞാൻ സുഹബത്ത് കിട്ടിയിരുന്നു. ആരാണ്? ഷഹറാനി ഇമാമ പറയുന്നു. ഫമാ റഅയ്തു അമില ഫിഹാ മക്റൂഹൻ, ഈ 40 കൊല്ലത്തിനിടയ്ക്ക് മക്റൂഹായ ഒരു കാര്യം ചെയ്തത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എത്രമാത്രം പവിത്രമായ ജീവിതമാണ് നടത്തുന്നത്. മുത്തക്കബ്ബിർ ജബ്ബാർ പറയുന്നത് റഹ്മത്തുല്ലില്ലാഹി മുത്തുനബി 100 കുറ്റം ചെയ്യുമെന്ന് അവർ പഠിപ്പിച്ചു കൊടുക്കും. അപ്പം ഇവൻ ഏത് കുണ്ടിലാ കൊണ്ടുപോയിട്ടുണ്ട്? വകദാലിക ഖീല ഫി ശൈഖ് ഇബ്നു അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിഷയത്തിലും ഇങ്ങനെ തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ദക്കറുൽ ഇമാമുൽ ഹബീബ് അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് ഫീ കലാമി, 40 കൊല്ലം സുഹബത്ത് കെട്ടിയിട്ട് ഒരു കറാഹത്ത് പോലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. വഫാദൽ ഹബീബ് ഐദറൂസ് ബിൻ ഉമർ അൽ ഹബിശി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന അഹദൻ ഖദമ ശൈഖ സക്കരിയ അൽ അൻസാരിയ റളിയല്ലാഹു അൻഹു, മൂപ്പർ ഖിദ്മത്ത് എടുത്ത ഒരാൾ എത്ര കൊല്ലം? 20 സന, 20 കൊല്ലത്തോളം ഖിദ്മത്ത് എടുത്തിരുന്നു. ഖാല മാ റഅയ്തുഹു തകല്ലമ ഫീ മാ ലാ യഅനി, ആവശ്യമില്ലാത്ത ഒരു കലിമത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ ഗഫല അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഗഫലത്തിനാരും ഞാൻ കണ്ടിട്ടില്ല. ഹത്താ ഹാലൽ ഖിറാഅത്തി അലൈഹി, ദർസ് നടത്തുമ്പോൾ പോലും. ഇദാ സഖത്തൽ ഖാരിഉ, ആ വായിക്കുന്ന ആൾ നിർത്തിയില്ല, ലിസ്റാഹി നബി കാലത്ത് എന്തോ തെറ്റിദ്ധാനോ മറ്റോ, ആ ഇടപാട് കിട്ടുമ്പോൾ ഇഷ്ടകലം ദിക്രില്ല, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ഏർപ്പെടും. നമ്മൾ കാപ്പാട്ട കാലയാറെ പറ്റി പറഞ്ഞാണ്, സംസാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇടവേള കിട്ടിയ അന്നേരം ആ സമയത്ത് മുമ്പ് വിരമിച്ചു. ഹാല സുക്കൂത്തി, ആ ശിഷ്യൻ മിണ്ടാതിരിക്കുന്ന അവസരത്തിൽ. നേരുന്നത് സക്കറുൽ അൻസാരി. വഅൻ യഹ്യ ബിൻ ഖത്താൻ റളിയല്ലാഹു അൻഹു ഖാല കാനൽ അഅമശു മിനൻ നുസാഖ്, ഇമാം അഅമശ് തങ്ങൾ വലിയ ഇബാദത്തിൻ്റെ ആളായിരുന്നു. വകാന മുഹാഫിദൻ അല സഫിൽ അവ്വൽ, ജമാഅത്തിൽ ഒന്നാമത്തെ സഫിൽ തന്നെ മൂപ്പർ സീറ്റ് കിട്ടും. വകാന അല്ലാമത്തൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള ഉന്നതരായ ഒരു അല്ലാമയായിരുന്നു. വകാന വകീഉൻ, വകീ പറയുകയാണ്, മകസൽ അഅമശ് ഖരീബൻ മിൻ 70 സന, ഏതാണ്ട് 70 കൊല്ലം ജീവിച്ചവരാണ്. ലം തഫത്തുഹു തക്ബീറത്തുൽ ഊലാ ഫി സ്വലാത്തിൽ ജമാഅ, ജമാഅത്ത നമസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബീറത്ത് മൂപ്പർക്ക് നഷ്ടപ്പെടാറില്ല. 70 കൊല്ലം. ഇന്ന് ജമാഅത്തിൽ നിൽക്കാൻ തന്നെ കഥായാലും ബിരിയാണി നനഞ്ഞു എന്നാണ് പറയുന്നത്. ചൂടുള്ള ബിരിയാണി പിന്നെ കഴിക്കാൻ ദിവസം ഉണ്ടാകുന്നു. നിൽക്കാലോ അത് 1 മിനിറ്റ് ഒരു തക്ബീറത്ത് കിട്ടിയാൽ അതാവൂലേ?
ഞാൻ അത്ര ഒരു സമയമുണ്ടല്ല, ബിരിയാണി തണിഞ്ഞാൽ പോക്കല്ലേ. ഇതൊക്കെയാണ് ഉലമാഉൽ ആഖിറിന്റെ ജീവിത ചരിത്രം. റളിയല്ലാഹു അൻഹും വറല്ലാഹും അന്നാ. അല്ലാഹുമ്മ ഹശർനാ ഫീ സുംറതിഹിം ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين